നിയമസഭയുടെ ബജറ്റ് സമ്മേളനം അലങ്കോലമാക്കിയത് ആരപ്പ എന്ന് ചോദിച്ചാൽ ഉത്തരം പ്രതിപക്ഷം. സ്പീക്കറുടെ ചെവിക്കു കീഴെ പോയി നിന്ന് കൂവിയത് പ്രതിപക്ഷം. സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു കയറിയത് പ്രതിപക്ഷം. വാച്ചാൻ വാർഡിന് നേരെ കയ്യാങ്കളി നടത്തിയത് പ്രതിപക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകവേ അജണ്ട സെറ്റു ചെയ്യാൻ പ്രാപ്തമായ കേരള ബജറ്റിനെ ചർച്ച ചെയ്ത് വിമർശിക്കാൻ കഴിയാതെ പോയ പ്രതിപക്ഷം. കിഫ്ബിയെ എതിർക്കുമ്പോൾ ബദലെന്തെന്ന് അവസാന സഭാ സമ്മേളനത്തിൽ പോലും പറയാൻ കഴിയാതെ പോയ പ്രതിപക്ഷം. വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ ക്ഷേമ പെൻഷൻ നൽകാൻ 14,500 കോടി ചെലവഴിക്കുമെന്ന് LDF വ്യക്തമാക്കുമ്പോൾ ഒരു കാഴ്ചപ്പാടുമില്ലാത്ത പ്രതിപക്ഷം. കേരളത്തിന് ആമമൊട്ട സമ്മാനിച്ച കേന്ദ്ര ബജറ്റിനെതിരെ സഭാതലത്തിൽ ഒരക്ഷരം ഉരിയാടാതിരുന്നവർ പ്രതിപക്ഷം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാമ്പത്തിക വിഷയങ്ങളിൽ തൽപരനെന്ന് പറയപ്പെടുന്നയാൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ അവതരിപ്പിക്കാതെ UDF പ്രതിപക്ഷം സഭാരേഖകളിൽ കളങ്കമാകുന്നത്. SIR-ഉം അട്ടിമറിക്കപ്പെട്ട തൊഴിലുറപ്പുമൊന്നും വിഷയമല്ലാത്ത പ്രതിപക്ഷം. പാരടി ഗാനത്തിൽ ചുരുണ്ട് ഒളിച്ച പ്രതിപക്ഷം എന്നിട്ട് എന്ത് നേടി? സഭയെ ബഹളമയമാക്കി കലക്കാൻ ശ്രമിച്ചിട്ട് പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാനായോ? ശബരിമല കേസിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ചർച്ച വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഡിമാൻഡ് എന്താണെന്ന് നാട്ടുകാരോട് പറയാനായോ? CBI അന്വേഷണം ആദ്യം ആവശ്യപ്പെട്ടത് VD സതീശനാണ്, അഥവാ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിൻ്റെ സഭയിലെ പാരടി ആലാപനത്തിനിടയിൽ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണ ആവശ്യം തള്ളിയത്. സതീശൻ്റെ സർവാക്ഷേപങ്ങളെയും കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് നിലംപരിശാക്കിയതും സഭ ചേരുമ്പോഴായിരുന്നു. മറ്റെല്ലാം മാറ്റിവെച്ച് ശബരിമല സ്വർണ്ണ മോഷണ കേസിനെ ആയുധമാക്കിയ പ്രതിപക്ഷത്തിനും നേതാവിനും നേരിട്ടത് തിരിച്ചടിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടി എന്ന വിലയിരുത്തലാണ് UDF നേതാക്കളിൽ നിന്ന് തന്നെ അറിയാനായത്. VD സതീശൻ പറഞ്ഞതൊക്കെ പാളിയപ്പോൾ പ്രതിരോധിക്കാൻ ചെന്നിത്തലയുടെയോ കുഞ്ഞാലിക്കുട്ടിയുടെയോ PJ ജോസഫിൻ്റെയോ ശബ്ദം നിയമസഭയിൽ കേട്ടതേയില്ല. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ് CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടതു നിരീക്ഷകൻ. ശ്രീ സേനാപതി വേണു, ജനങ്ങൾക്ക് നല്ല വ്യക്തമായി മനസ്സിലാകും വിധം ശബരിമല മോഷണ കേസ്, സ്വർണ്ണ മോഷണ കേസ് അന്വേഷിക്കുന്ന ആ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും വിധത്തിലേക്ക് അവരുടെ ഏറ്റവും അവസാനത്തെ നിരീക്ഷണവും ഇന്നലെ വന്നു. ഇത് വന്ന ശേഷവും ശബരിമല സ്വർണ്ണമോഷണം എന്ന പാരടിയുമായി സഭയ്ക്കകത്ത് നിങ്ങൾ സ്വീകരിച്ച തന്ത്രം മറ്റൊന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ, അതിന് താല്പര്യപ്പെടാതെ നിലപാടെടുത്ത പ്രതിപക്ഷത്തിൻ്റെ ആ തന്ത്രം യഥാർത്ഥത്തിൽ പാളുകയായിരുന്നില്ലേ? ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു എന്നാണല്ലോ അങ്ങ് സൂചിപ്പിച്ചത്. പക്ഷേ ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത 2-3 കാര്യങ്ങളുണ്ട്. CPM-ന്റെ ഉന്നതരായ 3 നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക. സേനാപതി ഒന്ന് തിരുത്തിക്കോട്ടെ, താങ്കളെ തടസ്സപ്പെടുത്തിയതല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം, അതിന് മേൽനോട്ടം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അവരുടെ ആ കോടതിയുടെ നിരീക്ഷണങ്ങൾ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും വിധം പുറത്തു വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞോളൂ. ഞാനത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഇപ്പോഴും സംശയം നിൽക്കുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട 3 CPM നേതാക്കൾ, അത് വാസു ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും വിജയകുമാർ ആണെങ്കിലും ഇവരൊക്കെ, അതുപോലെ തന്നെ ശങ്കർദാസ് CPIയുടെ നേതാക്കൾ, ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ജയിലിൽ കിടക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് ജാമ്യം പോലും ലഭിക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴല്ലേ ഹൈക്കോടതി ഇന്നലെ പോലും പറഞ്ഞത്, കുറ്റക്കാരും രക്ഷപ്പെടാത്ത വിധം പഴുതടച്ച അന്വേഷണമാണ് നടക്കുന്നത്, SITക്ക് കുറച്ചുകൂടി സമയം നൽകൂ, പോലീസിലെ വിശ്വാസ്യതയുള്ള മികച്ച ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്, ഇതിൻ്റെ തലവൻ തന്നെ 5 വർഷം മുമ്പ് CBIയുടെ തലപ്പത്തുണ്ടായിരുന്ന, CBIയിൽ ഉണ്ടായിരുന്നയാളാണ്. ഇത് പറഞ്ഞത് കേരളത്തിൻ്റെ ഹൈക്കോടതിയാണ്. സംസ്ഥാന സർക്കാരോ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPIM-ഓ അല്ല. ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രതികൾ രക്ഷപ്പെടാത്ത വിധം പഴുതടച്ച അന്വേഷണം, ഇത് പറഞ്ഞത് ഹൈക്കോടതിയല്ലേ? അതൊക്കെ ഹൈക്കോടതി പറഞ്ഞേ, ജനങ്ങൾക്ക് അതൊക്കെ ബോധ്യപ്പെട്ടു. ഇന്നിപ്പം 15 മിനിറ്റ് മുമ്പ് പോറ്റിയും ജയിലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുള്ള SITയുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്താ? അതാ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അല്ല, എന്ന് വെച്ചാൽ ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തെ നിങ്ങൾ അവിശ്വസിക്കുന്നു എന്നാണോ അർത്ഥമാക്കേണ്ടത്? കോടതി പറഞ്ഞ എന്താണ്? കുറ്റപത്രം വൈകുന്നതിൽ ആശങ്ക വേണ്ട. പറയുന്നത് കോടതിയാണ്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ആശങ്ക വേണ്ട, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ പ്രശ്നമില്ല, വേഗം പൂർത്തിയാക്കാവുന്ന തരം കേസല്ല, സങ്കീർണമായ കേസാണ്, കവർച്ചയുടെ ഓരോ കണ്ണിയും കൂട്ടിച്ചേർക്കണം, അതുകൊണ്ട് കുറ്റപത്രം വൈകുന്നതിൽ ആശങ്ക വേണ്ട, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ പ്രശ്നമില്ല.
ഇത് പറയുന്നത് ഹൈക്കോടതി ആവുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ടും മനസ്സിലാകാത്ത പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചത് തന്ത്രം പാളിയതിൻ്റെ ലക്ഷണമാണോ? ഇതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, പ്രതിപക്ഷത്തിന് ലക്ഷ്യം പാളിയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് മനസ്സിലാകാത്തതോ ആണ്. ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം പോറ്റിയുടെ ജാമ്യം നിഷേധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട്, അതായത് ജാമ്യം കൊടുക്കരുത്, ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കൊടുത്ത എന്താ പറയുക റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അതുകൂടി അങ്ങൊന്ന് പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ, ഞങ്ങൾ ഉന്നയിച്ച അതേ കാര്യങ്ങളാണ് അന്വേഷണ സംഘം SIT ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയെ ബൈൻഡിംഗ് ആയി വരുന്നത് ഹൈക്കോടതി നടത്തുന്ന ഡയറക്ഷൻസ്, കൊടുക്കുന്ന ഡയറക്ഷൻസ് അല്ലേ ഈ അന്വേഷണത്തിന്. ആ അന്വേഷണ സംഘത്തെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ കോടതി പറയുകയാണ് അങ്ങനെ സമ്മർദ്ദത്തിലാവണ്ട, കുറ്റപത്രം വൈകുന്നു എന്നതൊരു പ്രശ്നമായി കാണണ്ട, ശാസ്ത്രീയമായി ശരിയായി ഇപ്പോൾ പോകുന്നത് പോലെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ, അതുകൊണ്ട് നിങ്ങളൊക്കെ രാഷ്ട്രീയമായി ആക്ഷേപിക്കും പോലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഒരു പ്രശ്നമല്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ഇത് ഹൈക്കോടതിയാണ് പറയുന്നത്. അപ്പോൾ ആ ഹൈക്കോടതി പറയുന്നതിനെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന് വിശ്വാസമില്ലെന്നാണോ? അല്ല, പ്രതിപക്ഷത്തിന് സമ്പൂർണ്ണ വിശ്വാസമാണെന്നേ. പക്ഷെ പ്രതിപക്ഷം ഇന്നലെ SITയുടെ റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യം ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. അത് സ്വാഭാവികമല്ലേ? ഒരു പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം ജാമ്യ ഹർജിയിൽ ജാമ്യം കൊടുക്കരുത് എന്ന് പറയും, അത് അവരുടെ ഉത്തരവാദിത്വം. കേസിനെ ആകെ പരിശോധിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലല്ലല്ലോ ഈ ജാമ്യ ഹർജി, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് ഈ അന്വേഷണ പുരോഗതി മുദ്രവെച്ച കവറിൽ എത്തുന്നത്, അവിടെ മാത്രമാണ് എത്തുന്നത്. അപ്പോൾ ആ കോടതി കൊടുക്കുന്ന ഡയറക്ഷനാണ് ഈ കേസിനാകെ വ്യക്തതയുള്ളത്, വേണ്ടതാണ്. ഇതിനെ രണ്ടായി തിരിച്ചറിയാൻ അറിയാത്ത ആളൊന്നുമല്ല ശ്രീ സേനാപതി വേണു. അതിനെ രണ്ടും തിരിച്ചറിയല്ലോ, രണ്ടായിട്ട് തിരിച്ചറിയല്ലോ വേണ്ടത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ കാതലായ ഒരു പ്രശ്നം നിൽക്കുന്നത്, ഈ കേസ് അന്വേഷണം ഏതാണ്ട് 4 മാസത്തും പിന്നിടുമ്പോഴേക്കും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തൊണ്ടി മുതൽ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താത്തിടത്തോളം കാലം ഈ കേസ് എങ്ങനെ ഫലപ്രദമായിട്ട് ഇത് തെളിയിക്കാനായിട്ട് കഴിയും? ഇപ്പൊ പോറ്റിക്ക് ജാമ്യം കൂടെ കിട്ടിയതിന് ശേഷം ഇനി എങ്ങനെയാണ് ഈ തൊണ്ടി മുതൽ ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണങ്ങളോ? ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണങ്ങൾ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ടുള്ളത് അതെങ്ങനെ മുഖവിലേക്ക് എടുക്കും? അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നാണോ? അല്ല, അതാണെന്നേ ചോദിക്കുന്നത്. ആ ചോദ്യം ഇതല്ലേ ഇവിടെ സമൂഹത്തിൽ ചോദിക്കുന്നത് ഹൈക്കോടതിയോടാണോ? അതെ, അത് തന്നെയാ ചോദിക്കുന്നത്. തൊണ്ടി മുതൽ സഭ ബഹിഷ്കരിച്ചിട്ടും സഭ അലങ്കോലമാക്കിയിട്ടും എന്ത് കാര്യം? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആ കേസിൽ പ്രതിപക്ഷ നേതാവിന് ഇംപ്ലീഡ് ചെയ്യാമായിരുന്നല്ലോ. ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുത്തിട്ട് കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഈ സംശയങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കല്ലേ വേണ്ടത്? സഭ അലങ്കോലമാക്കുകയല്ലോ അതിന്റെ മറുപടി. അല്ല, അവിടെ തെറ്റിദ്ധരിപ്പിക്കരുത്. അവിടെ ഞങ്ങളിപ്പോ ഇംപ്ലീഡ് ചെയ്യുന്ന ഒരു കേസല്ല, ഇംപ്ലീഡ് ചെയ്യാൻ പറ്റുന്ന കേസല്ല, ക്രിമിനൽ കേസാണ്. കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ വന്നു, അഭിഭാഷകരടക്കം താങ്കളെ പോലെ തന്നെ അഭിഭാഷകർ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് ഇംപ്ലീഡ് ചെയ്യാം, കേസിൽ ചേരാം, കക്ഷി ചേരാം, ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാം, ചലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ അഭിഭാഷകരുണ്ട് ചർച്ചകളിൽ. പറഞ്ഞോളൂ മറുപടി. അല്ലല്ല, അതൊരിക്കലും പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിന്റെ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിൽ എന്താ പറഞ്ഞേ, അതിൽ ഇടപെടാനായിട്ട് ഒരു ബാഹ്യശക്തിക്കും കഴിയത്തില്ല. വേണമെങ്കിൽ അന്വേഷണ ഏജൻസിയെ, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്ന ഹർജിയിലെ ആവശ്യം, വിശ്വ ഹിന്ദു പരിഷത്ത് കൊടുത്തിരിക്കുന്ന ഹർജിയിലെ ആവശ്യം, വേറെ ചിലർക്ക് കൊടുത്തിരിക്കുന്നത് എന്താ? CBI പോലുള്ള മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഒരു അന്വേഷണ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു CBI അന്വേഷണം. അത് പറഞ്ഞു പോകാമായിരുന്നല്ലോ, അപ്പോൾ ഈ കാര്യങ്ങൾ പറയാമായിരുന്നു. അല്ലെങ്കിൽ തന്നെ പൊതു താല്പര്യ ഹർജിയുമായി പോകാമല്ലോ. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോയില്ലല്ലോ. പകരം നിയമസഭ കലക്കിയിട്ട് എന്ത് നേട്ടം? ഇത്രയേ ഉള്ളൂ ചോദ്യം. നിയമസഭ ഇത് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് സമാധാനം പറയേണ്ടത് നിയമസഭയിലില്ലേ? എന്നാൽ എന്താ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാഞ്ഞത്? അല്ല, ഞങ്ങൾ അടിയന്തര പ്രമേയമല്ലല്ലോ. ഞങ്ങൾക്ക് ഈ വിഷയം അടിയന്തര പ്രമേയത്തിന് ചർച്ച, ഇപ്പൊ ഞങ്ങൾ 40 42 അംഗങ്ങൾ ഇരിക്കുന്നിടത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം അപ്പുറത്ത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ചർച്ചകൾ നടക്കത്തില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഗവൺമെന്റിന് മുമ്പാകെ അങ്ങനല്ലേ? എന്താണ് സേനാപതി പറയുന്നത്? എല്ലാ കാലവും കുറഞ്ഞ അംഗബലം ഉള്ളത് കൊണ്ടാണ് പ്രതിപക്ഷമാകുന്നത്. പണ്ട് കെ കരുണാകരൻ്റെ കൂടെ 9 ആളുകളെ നിയമസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഓർമ്മയില്ലേ? അന്ന് അടിയന്തര പ്രമേയം കൊടുക്കാതിരുന്നോ? ഞങ്ങൾ 9 പേരേ ഉള്ളൂ, അതുകൊണ്ട് അടിയന്തര പ്രമേയം കൊടുക്കാതിരുന്നോ? പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്നേ, പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്നേ. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ ഈ സർക്കാരിനെ നിങ്ങൾക്ക് തുറന്നു കാട്ടാമല്ലോ. അത് ലൈവായി ജനങ്ങൾ കാണുമല്ലോ. അയ്യപ്പന്റെ ഭയമാണ്, അതിന്റെ പേര് ഭയം എന്നല്ലേ? പോയിട്ടുള്ളവരല്ല, അതുകൊണ്ട് അന്ന് ആ വിഷയം ഉയർത്തേണ്ടി വന്നില്ല. ഇന്ന് ഞങ്ങൾ ഈ വിഷയം ഉയർത്തുന്നത് അങ്ങനെയാണോ സേനാപതി? നോ, താങ്കൾ പറഞ്ഞതാണ് ഞങ്ങൾ പ്രതിപക്ഷത്തെ ആള് കുറവായതുകൊണ്ട് മിനിറ്റ് കുറച്ചേ കിട്ടൂ,
അതുകൊണ്ട് ഇതെന്ത് വിചിത്രവാദം? എല്ലാ കാലത്തും പ്രതിപക്ഷത്ത് അംഗബലം കുറവ്, അതുകൊണ്ടാണ് പ്രതിപക്ഷമാകുന്നത്. അപ്പോഴും അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കെ കരുണാകരനും 9 അംഗങ്ങളും മാത്രം കേരള നിയമസഭയിൽ പ്രതിപക്ഷമായിട്ട് ഇരുന്നിട്ടുണ്ട്. അവർ അടിയന്തര പ്രമേയം കൊണ്ടുവരാതിരുന്നോ? ഇങ്ങനെ ആള് കുറവാണ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ പേരാണ് ഭയം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ഇപ്പൊ അടിയന്തര പ്രമേയമല്ല, മറ്റ് മാർഗങ്ങളുണ്ടല്ലോ. വേറെ എന്ത് മാർഗം? അത് വളരെ കറക്റ്റ് ആണ്. വേറെന്താണ് മാർഗം? അവിടെ ഇരുന്ന് പാരടി പാടുന്നതാണോ മാർഗം? നിയമസഭാ ചട്ടങ്ങളിൽ അത് പറയുന്നുണ്ടോ? സേനാപതി അടിയന്തര പ്രമേയം അല്ലെങ്കിൽ പിന്നെ എന്താണ് മാർഗം? ചോദ്യോത്തരവേള, ഓരോ മണ്ഡലത്തിന്റെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമടക്കം നിഷേധിച്ചുകൊണ്ട് ചോദ്യോത്തരവേള സംഭിപ്പിക്കുന്നു. അടിയന്തര പ്രമേയം എന്ന് പറയുന്ന അടുത്ത അവസരം ഉപയോഗിക്കുന്നില്ല. പിന്നീട് അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചും പാരടി പാടിയും സഭാ നടപടികളെ തടസ്സപ്പെടുന്നു. ഇതാണോ സഭാ രീതി എന്ന് പറയുന്നത്? അല്ലല്ലോ. പ്രത്യേകിച്ച് ഈ കേസിൽ ഹൈക്കോടതി കൃത്യം ഡയറക്ഷൻ തന്നിരിക്കുന്നു. ആ അന്വേഷണത്തെ സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യത്തിലും കൃത്യമായി വ്യക്തത വരുമ്പോൾ അത് മാനിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ മാന്യമായ ഉത്തരവാദിത്വമായിരുന്നില്ലേ? അത് ഇന്നുവരെ ചെയ്തിട്ടില്ല. ശരി, പറഞ്ഞു. ഞങ്ങൾ സഭയിൽ ഇത് ഉന്നയിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഹൈക്കോടതി SIT നിയമിക്കുകയും SIT ഹൈക്കോടതിയുടെ എന്താ പറഞ്ഞ മേൽനോട്ടത്തിൽ എന്നുള്ളതേ ഉള്ളൂ. SIT നിയന്ത്രിക്കുന്നതും തെറ്റ്. സർ നോക്കൂ, സാർ അഭിഭാഷകനാണല്ലോ. ഹൈക്കോടതി ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കം തന്ത്രി സമാജവും മറ്റോ ചെല്ലുന്നു, വിശ്വ ഹിന്ദു പരിഷത്തും ഹർജി കൊടുക്കുന്നു. കോടതി പറയുന്നത് എന്താണ്? ഈ കേസിൽ ഒന്നും CBIയുടെ ആവശ്യമില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് സർ ഈ കേസിൽ മേൽനോട്ടം ഹൈക്കോടതിക്ക്? അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ച് നിയോഗിച്ച അന്വേഷണ സംഘം. അതിലേക്ക് പുതിയ ആളുകളെ പോലും ഉൾപ്പെടുത്തിയത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ചിട്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോകുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലേക്കല്ല, സംസ്ഥാന സർക്കാരിലേക്കല്ല, പോകുന്നത് ഹൈക്കോടതിയിലേക്ക്. ഹൈക്കോടതിയും ഈ അന്വേഷണ സംഘവും മാത്രമാണ് ഈ അന്വേഷണ പുരോഗതി അറിയുന്നത്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പോലും അഭിപ്രായം തേടാതെ കോടതിക്ക് പറയാം. കോടതി അതാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, എൻ്റെ ചോദ്യം, ഈ SIT എന്ന് പറയുന്ന അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നതാര്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ചലഞ്ച് ചെയ്യുന്നു താങ്കളെ. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലല്ലേ എന്ത് തരം? താങ്കളെ പോലെ ഒരു അഭിഭാഷകനായ പൊതുപ്രവർത്തകൻ കേരള ഹൈക്കോടതി വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടും ഇങ്ങനൊരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കോടതി അവഹേളിക്കലാണ്. കോടതി കൃത്യമായി ഇന്നലെ പറഞ്ഞതാണ്. ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, ഈ SP ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രത്തിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നവരാണോ? കേന്ദ്രത്തെയാണോ നിങ്ങൾക്ക് വിശ്വാസം? മോദി സർക്കാരിലാണോ നിങ്ങൾക്ക് വിശ്വാസം? 2, കോടതി അതിന് മറുപടി പറഞ്ഞു. കോടതി പറഞ്ഞെന്താണ്? CBI വേണം എന്ന് പറഞ്ഞാൽ CBIയിലേക്ക് ആരാണ് സാർ പോകുന്നതെന്ന് കോടതി ചോദിച്ചില്ലേ? കോടതി പറഞ്ഞെന്താണ്? CBIയിലേക്കും പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് ആളുകൾ പോകുന്നത്. ഈ SITയുടെ തലവൻ തന്നെ CBIയിൽ പ്രവർത്തിച്ചതല്ലേ എന്നും കോടതി ചോദിച്ചില്ലേ? താങ്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. കോടതി പോലീസുകാരാണ് CBIയിലേക്ക് പോകുന്നതെന്നും പറഞ്ഞില്ലേ ഇന്നലെ? അല്ല, ഞാൻ ചോദിച്ചത്, എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആണ് എന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞു. ഞാൻ പറയുന്നതല്ല താങ്കൾക്ക് ബോധ്യമില്ല. ഞാൻ പറയുന്നതല്ലാതെ ശ്രീ സേനാപതി ബോധ്യമില്ല. എന്റെ ചോദ്യം അത് ക്ലിയർ ചെയ്യണം. ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്നത് ഞാൻ പറഞ്ഞ ബോധ്യം മാത്രമാണോ സേനാപതിക്ക്? സേനാപതിക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണോ? പക്ഷേ എന്റെ രണ്ടാമത്തെ ചോദ്യം അതംഗീകരിച്ചല്ലോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, SITയിലെ അംഗങ്ങളെ നിയന്ത്രിക്കുന്നത് ആര്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സംസ്ഥാനത്തല്ല. നോ. അവര് ഹൈക്കോടതി മേൽനോട്ടത്തിൽ CBIയേക്കാൾ മുകളിലാണ് ഹൈക്കോടതി. ഒന്ന്, CBIയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതിലേക്ക് ആളുകളെ പോലും റിക്രൂട്ട് ചെയ്യുന്നത് കോടതിയുടെ അനുമതിയോടെയാണ്. ഈ പറഞ്ഞ സംസ്ഥാന പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രിക്കോ കേരള സർക്കാരിനോ സ്വമേധയാ തീരുമാനമെടുത്തു കൊടുക്കാനേ കഴിയില്ല. അതാണ് കോടതി പറഞ്ഞത്. സേനാപതി കോടതി പറഞ്ഞത് സംസ്ഥാന പോലീസിലെ വിശ്വാസയോഗ്യരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന് ഇന്നലെ കൂടി പറഞ്ഞു. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണോ? ആ കാര്യത്തിൽ തർക്കമുണ്ടോ ശരത്തിന്? അതല്ലേ കോടതി പറഞ്ഞത്. CBIയിലുള്ളത് പോലീസുകാരല്ലെന്നല്ലേ ചോദിച്ചത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ? നിങ്ങൾ സേനാപതി പറഞ്ഞ ഈ വാദം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലും മുന്നോട്ട് വെച്ചു. അവിടെയാണ് കോടതി പറഞ്ഞത് CBIയിലുമുള്ളത് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന പോലീസുകാരല്ലേ? യെസ്, ആണത്. അവിടെയാണ് കോടതി പറഞ്ഞത് സംസ്ഥാന പോലീസിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത്. കോടതിക്ക് ബോധ്യമാണ്. പ്രതിപക്ഷത്തിന് ബോധ്യം വരാത്തത് അത് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടാണ്.
അല്ല, പ്രതിപക്ഷത്തിന് ബോധ്യം വരാത്തത് രാഷ്ട്രീയം കൊണ്ടല്ല. പ്രതിപക്ഷത്തിന് ബോധ്യം വരാത്തത് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. 4 മാസമായി അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ അന്വേഷണത്തിൽ. നേതാവിന് കോടതിയിലേക്ക് പോകാമായിരുന്നു. പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ പോകാമായിരുന്നു. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പ്രശ്നങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു. എന്താ ചെയ്യാതിരുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ക്രിമിനൽ കേസാണെന്നേ. നിങ്ങൾ അങ്ങനെ പ്രതിപക്ഷ നേതാവിന് കോടതിയിലേക്ക് പോകാൻ, രാജീവ് ചന്ദ്രശേഖർ പോയതോ, BHP പോയതോ, തന്ത്രി സമാജം പോയതോ ക്രിമിനൽ കേസ് ആയില്ലേ? അപ്പോൾ അത് സിവിൽ കേസാണ്. അവര് അന്വേഷണ ഏജൻസിയെ മാറ്റണമെന്ന് പറഞ്ഞല്ലേ പോയത്, അല്ലാതെ അല്ല, നിങ്ങൾക്കും ഈ അന്വേഷണ ഏജൻസി ബോധ്യമില്ലല്ലോ. എങ്ങനെ? ഈ അന്വേഷണ ഏജൻസിയെ നിങ്ങൾക്കും ബോധ്യമില്ലല്ലോ. അല്ല, ഈ അന്വേഷണ ഏജൻസിയെ ബോധ്യമല്ലാത്തതിന്റെ കാരണം എന്താ? ഈ അന്വേഷണ ഏജൻസിക്ക് മേൽ സമ്മർദ്ദം ഈ സർക്കാർ ചെലുത്തുന്നു. എന്നാലത് കോടതി പോയല്ലേ പറയണ്ടേ? എന്നാലത് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലല്ലേ നിങ്ങൾ പറയേണ്ടത്? അതെന്താ പറയാത്തത്? ഈ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ, ഇല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസിയിലുള്ള വിശ്വാസ്യത കുറവ് ഞങ്ങൾ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചു. ശരി, അത് കോടതിയിൽ പോയി പറയാത്തത് എന്തേ? കോടതിയോടല്ലേ പറയേണ്ടത്. കോടതി കരുതും പോലെയല്ല കേട്ടോ. കോടതി പോലും വിചാരിക്കാത്ത വിധം ഈ അന്വേഷണ സംഘം പലവിധ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടത് കോടതിയോടല്ലേ. അതെന്താ പ്രതിപക്ഷ നേതാവ് പറയാത്തത്? അല്ല, ഇവിടെ 2 സർക്കിൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. സേനാപതി അതിന് മറുപടിയേ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ മറുപടി. എന്റെ ചോദ്യത്തിന് മറുപടി. അല്ല, കേൾക്ക്, ഞാൻ പറഞ്ഞോളാവുന്നേ, ഞാൻ പറഞ്ഞോളാം. അല്ല, അതിപ്പോഴല്ലേ പറയണ്ടേ? പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, അന്വേഷണ സംഘത്തിൽ CPM-ന്റെ എന്താ പറഞ്ഞ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന പോലീസ് അസോസിയേഷന്റെ 2 ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചപ്പോൾ ഞങ്ങൾ അന്നും പറഞ്ഞൊരു കാര്യം ഇതാണ്. ഇവർ അന്വേഷണ സംഘത്തിൽ നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ അതിന്റെ വിവരങ്ങൾ ചോർത്തുന്നു, കൃത്യമായ രീതിയിൽ. കോടതി ആ വാദം നിരാകരിച്ചു. കോടതി ആ വാദം അംഗീകരിച്ചിട്ടില്ല സേനാപതി. അപ്പൊ എന്ത് പറയും? ഇത് പറയുന്നതും കൊടുക്കുന്നതും ഇപ്പൊ അന്വേഷണം ഇത് വരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ ഈ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങൾ ആളുകളോട് മുമ്പിൽ ഒരു ആരോപണം വെക്കുന്നു. ആ ആരോപണം കോടതിക്ക് മുമ്പാകെ വരുന്നു. നിങ്ങൾ ആ കോടതിയിൽ പോയി അത് തെളിയിക്കാനോ സമർത്ഥിക്കാനോ തയ്യാറായിട്ടില്ല. അത് വേറെ കാര്യം. അപ്പോഴും കോടതി ഇന്നലെ പറഞ്ഞതെന്താണ്? പോലീസിലെ വിശ്വാസ്യതയുള്ള മികച്ച ഉദ്യോഗസ്ഥർ. ഇത് പറയുമ്പോൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് മുമ്പാകെ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കുന്നു എന്ന ആക്ഷേപമാണ്. ആ ആക്ഷേപം അടപടലം പൊളിയുന്നു. അന്വേഷണ സംഘത്തിലുള്ള പൂർണ്ണ തൃപ്തിയും ആ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയിലുള്ള വ്യക്തതയും വരുത്തിയത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ഇനി ഞാൻ SK സജീഷിലേക്ക് വരികയാണ്. SK സജീഷ്, കുറച്ചധികം നേരം ഞങ്ങൾ തമ്മിൽ, കാരണം ഒരു നിയമപ്രശ്നം കൂടി അതിനകത്ത് പല രൂപത്തിൽ കടന്നു വന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പലതും ബോധ്യപ്പെട്ടില്ല. കേൾക്കുന്ന പലർക്കും ഹൈക്കോടതി ഇന്നലെ ഇതുമായി ക്ലാരിറ്റിയോടെ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് കോൺഗ്രസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം അലങ്കോലമാക്കിയത് ആരപ്പ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് കേരളത്തിൻ്റെ മുൻപിലുള്ളത്, ജനങ്ങൾക്ക് മുമ്പിലുള്ളത്? ശ്രീ ശരത്ചന്ദ്രൻ, ഒരു കാര്യം, ശ്രീ സേനാപതി വേണുവിനെ അധികം ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് കാര്യമില്ല. മറുപടി പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ നിയമസഭയിൽ പോലും ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്. അതുകൊണ്ട് ഒരു ചർച്ചയിൽ മറുപടി പറയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കേരളത്തിലെ പ്രതിപക്ഷം ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രഹസനമായി മാറിയ പ്രതിപക്ഷം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് സഭയെ അലങ്കോലപ്പെടുത്തുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഉപദേഷ്ടാവ് ഇപ്പോൾ കനകോലുവാണ്. കനകോലുവിൻ്റെ പ്രത്യേകത എന്താണ്? 2014 മോദിയെ അധികാരത്തിലെത്തിക്കാനും തുടർന്ന് അമിത്ഷായ്ക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കനകോലു ഇപ്പോൾ കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ വന്നിരുന്ന് കേരളത്തെ നയിക്കുകയാണ്. അങ്ങനെ നയിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ്. മനുഷ്യരെ വേർതിരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വിഭജനത്തിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നുള്ളതാണ്. ആ വിഭജന രാഷ്ട്രീയമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നേരായ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. ഇപ്പോൾ സഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ അവരെന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? വളരെ ജനാധിപത്യപരമായി ഈ സഭ 15 അടിയന്തര പ്രമേയങ്ങൾക്ക് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ അനുമതി കൊടുത്ത സഭയാണിത്. അവിടെ സമയം കിട്ടില്ല എന്ന് പറയുന്നത് വളരെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനോ ഏതെങ്കിലും രീതിയിൽ സമ്മതിച്ചു കൊടുക്കാനോ കഴിയുന്ന കാര്യമല്ല. കാരണം സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അടിയന്തര പ്രമേയത്തിൻ്റെ ഘട്ടത്തിൽ വീണ്ടും വീണ്ടും പരസ്പരം ചർച്ച ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അടിയന്തര പ്രമേയ ചർച്ചകൾ മലയാളികൾ എല്ലാവരും കാണുന്നതാണ്. പക്ഷേ പ്രശ്നം അവിടെയല്ല, എന്താണ് പറയുക എന്നുള്ളതാണ്. എവിടെ തീരും? സേനാപതി വേണു ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ സഭയിൽ പറഞ്ഞാൽ പറ്റുമോ? പോറ്റിയെ കയറ്റി എന്ന് ഇനി ഇവർക്ക് പാടാൻ വേണ്ടി പറ്റുമോ? പോറ്റിയെ കയറ്റി എന്ന് പറയുമ്പോൾ തന്ത്രി മുഖേന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് 2004 KC വേണുഗോപാൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴും അതോടൊപ്പം G രാമൻ നായർ പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ പോറ്റി പ്രശ്നങ്ങൾ ഈ പറഞ്ഞ സ്പോൺസറായി മാറിക്കൊണ്ട് ശബരിമലയിലെ ഓരോന്നും അഴിച്ചു കൊണ്ടുപോയി
സ്വർണം പൂശിയും മറ്റും തിരിച്ചു കൊണ്ടുവരുന്ന പ്രവൃത്തി ആരംഭിച്ചപ്പോഴാണ്. അതിപ്പോഴല്ലല്ലോ ആരംഭിച്ചത്. 2007 ആദ്യമായി ഒരു ചുമതല ഈ പോറ്റിക്ക് നൽകുന്നത്. 2007 ചുമതല നൽകുന്നത് പരികർമ്മിയായിട്ടും അതുപോലെ തന്നെ കീഴ്ശാന്തിയായിട്ടുള്ള ചുമതലയെല്ലാം ആ ഘട്ടത്തിലാണ് നൽകുന്നത്. ജി രാമൻ നായർ കോൺഗ്രസ് നേതാവാണ് അന്ന് ദേവസ്വത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 2013 ആദ്യ സ്പോൺസർഷിപ്പ് കിട്ടുന്നത്. ആ ആദ്യ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് അവിടെ 5 ലക്ഷം രൂപയ്ക്ക് അന്നദാനത്തിനുള്ള സ്പോൺസർഷിപ്പാണ്. അതിനുശേഷം ആ സമയത്ത് MV ഗോവിന്ദൻ നായരും പ്രസിഡന്റും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും വി ശിവകുമാർ ദേവസ്വം മന്ത്രിയുമാണ്. വി ശിവകുമാർ നോട്ട് ചെയ്യേണ്ട പേരാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശബരിമലയിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ വലിയ തോതിൽ കാര്യങ്ങൾ പുറത്തു വരികയും പുറത്തു പോകേണ്ടി വരികയും ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു എന്നുള്ളത് നമ്മൾ അവിടെ ഓർക്കേണ്ടതുണ്ട്. 2017 ഈ ഔദ്യോഗികമായി തന്നെ കത്ത് നൽകിക്കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് അവിടെ ശബരിമലയിൽ 18-ാം പടിക്ക് സമീപമുള്ള മണികൾ ഉൾപ്പെടെ മാറ്റാനുള്ള ചുമതല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നു. ആ മണി എവിടെ എന്ന് മറുപടി പറയേണ്ടി വരും കേരളത്തിലെ നിയമസഭയിൽ. ആ മണി ഇപ്പോൾ കാണാനില്ല. ആ മണി എവിടെ? അതുപോലെ പല കാര്യങ്ങളും കാണാനില്ല. അതൊക്കെ മറുപടി പറയേണ്ട വിഷയമാണ്. ഇത് കൊടുക്കുന്നതും ഏത് കാലത്താണ്? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ് പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ അജയ് തറയിൽ എന്ന് പറയുന്ന ഇവരുടെ AICC അംഗമായിരിക്കുന്ന ആൾ, അദ്ദേഹം ഇതിൻ്റെ ബോർഡ് മെമ്പറായിരിക്കുന്ന ഘട്ടത്തിൽ ഇവരാണ് ചുമതല നൽകുന്നത്. അതുമാത്രമല്ലല്ലോ, ചിതലരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊടിമരം, ഏത് കോൺക്രീറ്റിൻ്റെ കൊടിമരം അവർ മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇതെല്ലാം മറുപടി പറയേണ്ട വിഷയങ്ങളല്ലേ? ഇതിനെല്ലാം സഭയിൽ ഇവരെന്താണ് പറയാൻ വേണ്ടി തയ്യാറാവുക? പിന്നെ ഇതിൽ ഈ പറഞ്ഞ ഒരാളെ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഘട്ടം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇവർക്ക് എല്ലാം ചെയ്യാനുള്ള പോറ്റിക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത ഘട്ടം ഇതാണ്. ഇതിലൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഘട്ടമില്ല കേട്ടോ. ഇടതുപക്ഷം ഈ ഘട്ടത്തിലൊന്നും പോറ്റിയെ സഹായിക്കുകയോ കയറ്റുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ എപ്പോഴാണ്, നമുക്ക് ഓർമ്മയുണ്ട്, ശ്രീ VD സതീശൻ്റെ ഒരു വിരൽ ചൂണ്ടി പറഞ്ഞ ഒരു വാചകം ഉണ്ടായിരുന്നു. അതാ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഒരു ബോംബ് ഭീഷണി. ആ ബോംബ് ഭീഷണി എപ്പോഴായിരുന്നു? രാഹുൽ മാങ്കൂട്ടം വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ ഭീഷണി ഉണ്ടാകുന്നത്. ആ ഭീഷണി, ആ ബോംബ് പൊട്ടിച്ചതാരാണ്? സതീശൻ ചൂണ്ടിക്കാണിച്ച ബോംബ്, ഭീഷണിപ്പെടുത്തിയ ബോംബ് പൊട്ടിച്ചയാളാണല്ലോ ഈ പോറ്റി എങ്ങനെയാണ് ബോംബ് പൊട്ടിച്ചത്? പോറ്റി ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേളയിൽ പീഠം കാണാനില്ല, ദ്വാരപാലക ശില്പത്തിൻ്റെ അടിയിലുള്ള പീഠം കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗവൺമെൻറ്റിനെതിരെ, ബോർഡിനെതിരെ എന്നെല്ലാം വലിയ ചർച്ച ഉയർത്തി കൊണ്ടുവന്നു. പിന്നെ ആ പീഠം സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ സതീശൻ്റെ കൂട്ടാളിയായി നിന്ന് ബോംബ് പൊട്ടിച്ചയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പീഠം കിട്ടിയതിൽ നിന്നാണ് ഈ കേസ് ആരംഭിക്കുന്നത്. പിന്നീട് SIT അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പുറത്തു വന്ന കാര്യങ്ങളുണ്ട്. അതിൽ പ്രതികളായിട്ടുള്ള പ്രധാന പ്രതി പോറ്റി, അതുപോലെ തന്നെ ഗോവർദ്ധൻ, ഭണ്ഡാരി, ഇവരെല്ലാം എങ്ങനെ ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി, ഡൽഹിയിലെത്തി, ആരാണ് കൊണ്ടുപോയത്? ചോദ്യത്തിന് സഭയിൽ മറുപടി പറയണ്ടേ? മറുപടിയുണ്ടോ? ഇവരുടെ UDFൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് ഈ ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തെ സന്ദർശിച്ച് സമ്മാനം ഇങ്ങോട്ട് കൈപ്പറ്റുന്നുണ്ടല്ലോ, അതിന് മറുപടി പറയണ്ടേ? അടൂർ പ്രകാശ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ അന്നും ഇന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് മറുപടി പറയേണ്ടി വരില്ലേ? ഇതെല്ലാം മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇവിടെ SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമുണ്ട്. കോടതി വ്യക്തമാക്കിയ കാര്യം എന്താണ്? കോടതി പറഞ്ഞത് SITയുടെ അന്വേഷണം അങ്ങേയറ്റം തൃപ്തികരമാണ് എന്ന് മാത്രമല്ല, മറ്റൊരു ഏജൻസി CBI പോലെയുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം CBIയിൽ പോലും കേരളത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. അതുകൊണ്ട് ഇവർ കൃത്യമായി ചെയ്യുന്നു. കോടതിക്കൊരു ആശങ്കയുണ്ടായിരുന്നില്ലല്ലോ, ഗവൺമെൻറ്റോ ഏതെങ്കിലും സംവിധാനമോ ഇതിൽ ഇടപെടുന്നുവെന്ന്. ഇടപെടാൻ വേണ്ടി കഴിയില്ല. സേനാപതി വേണുവിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല തർക്കിച്ചത്. കാരണം SITയുടെ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നേരെ കൊടുക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ്. ആ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാരല്ലാതെ മറ്റാരും അത് കാണുന്നില്ല. അവിടെ അഡ്വക്കേറ്റ് ജനറലിനോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർക്കോ ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള ഒരാൾക്ക് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കീറ കടലാസ് SITയുടെ ഭാഗമായി കിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവരെ നിയമിച്ചതും ഹൈക്കോടതിയാണ്, ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചതും ഹൈക്കോടതിയാണ്. പിന്നെ ആളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ. നേരത്തെ ഇവർ CBI അന്വേഷണം വേണമെന്ന് സഭയിൽ ഉൾപ്പെടെ പറഞ്ഞു. ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ചോദിച്ചല്ലോ സതീശന് കേസിന് പോയിക്കൂടെ എന്ന്. സതീശൻ്റെ കൂട്ടാളി കേസിന് പോയിട്ടുണ്ട്. സതീശൻ്റെ കേരളത്തിലെ കൂട്ടാളി ആരാണ്? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വർഗീയവാദിയല്ല എന്നാണല്ലോ അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബഹുമാനായ സതീശൻ പറഞ്ഞത്. ആ കൂട്ടാളി പോയി കേസിന് പോയിട്ടുണ്ട്. പിന്നെ സതീശൻ വിളക്ക് കൊളുത്തിയ ഗോൾവാൾക്കറുടെ ഏറ്റവും നല്ല ശിഷ്യന്മാരായിട്ടുള്ള
VHP വിശ്വ ഹിന്ദു പരിഷത്തും കേസിന് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സതീശൻ കേസിന് പോകുന്നത്? സതീശൻ കേസിന് പോകേണ്ട കാര്യമില്ല. ആ കേസിലാണ് ഹൈക്കോടതി ഇന്ന് കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ നിയമസഭയെ അലങ്കോലപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാതിരിക്കുക, മാത്രവുമല്ല പരോക്ഷമായിട്ടെങ്കിലും കേന്ദ്ര സർക്കാരിനെയും BJPയെയും സഹായിക്കുക. പ്രത്യുപകാരം കോടതിയിൽ അവർ പോയപ്പോൾ നിയമസഭയിൽ ഇവർ സഹായിച്ചു. എങ്ങനെയാണ് സഹായിച്ചത്? കേന്ദ്രത്തിനെതിരായി, കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരായി, ആമമുട്ട തന്നതിനെതിരായി കേരളത്തിൽ സഭ ഏകകണ്ഠമായി പാസ്സാക്കേണ്ട പ്രമേയത്തിൽ അവർ വിട്ടുനിന്നു. അതിൻ്റെ സമരരംഗത്ത് എന്ന് പറഞ്ഞ് വിട്ടുനിന്നു. സമരം ചെയ്യുന്നതന്നെ ഒരു വല്ലാത്ത ആളുകളാണ് കേട്ടോ. ആരാണ്? ബാലകൃഷ്ണൻ MLA ആണ് സമരം ചെയ്യുന്നയാൾ. അദ്ദേഹം കാരണം വയനാട്ടിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തയുടെ ഒരു ഘട്ടം നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ നാം കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ കോടതി നിരീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകുന്നു. ഒരു കുറ്റക്കാരും ഇതിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പാടില്ല, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ വേണ്ടി പോകില്ല എന്നുള്ള ക്ലാരിറ്റിയുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആ ക്ലാരിറ്റിയുള്ള നിലപാട് നിയമസഭയിൽ അവതരിപ്പിക്കും. അതിന് മറുപടിയില്ലാത്തതുകൊണ്ട് ഇവർ ഒളിച്ചോടുകയും അത്ഭുതപ്പെടുത്തുന്ന ഒളിച്ചോടലാണ്. കാരണം എന്താണ്? നിയമസഭയിൽ സാധാരണഗതിയിൽ അടിയന്തര പ്രമേയം അനുവദിക്കപ്പെടാതിരുന്നാലാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുക. ഇത് ഭരണപക്ഷം പറയുകയാണ്, സ്പീക്കർ ഉൾപ്പെടെ പറയുകയാണ്, ഞാൻ തയ്യാറാണ് ഭരണപക്ഷം ചർച്ച ചെയ്യാൻ എന്ന് പറയുമ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങളില്ല, ചർച്ച ചെയ്താൽ ഞങ്ങൾ തോറ്റുപോകും. ഇതെന്താണ്? ഇങ്ങനെയും ഒരു പ്രതിപക്ഷം രാജ്യത്തോ ലോകത്തോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിനാണ് സേനാപതി വേണുവും UDFും ശരി, ഞാൻ സജീഷിലേക്ക് വരാം. ഇവിടെ ശ്രീ ലാലിലേക്ക് വരുമ്പോൾ, ലാൽകുമാർ, ഇന്നത്തെ രണ്ട് പ്രതികരണങ്ങൾ, ഒന്ന് താങ്കളുടെ പ്രതികരണം, താങ്കൾ ഇത് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പായി കാട്ടാം. അതായത് ഇന്നലെ താങ്കൾ ലാൽകുമാർ ഈ ചർച്ചയിലേക്ക് വരാൻ അല്പം വൈകി. ഞാനും ശ്രീ സേനാപതിയും തമ്മിൽ ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസുമായി അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദീകരണങ്ങളെക്കുറിച്ചൊക്കെ കുറേയേറെ സംസാരിച്ചു. അതിലേക്കൊക്കെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ ഇന്നലത്തെ നിരീക്ഷണത്തെ തുടർന്ന് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് നടത്തിയ പ്രതികരണം ആദ്യം ഒന്ന് കാണാം. ഒന്ന് സണ്ണി ജോസഫാണ്, KPC പ്രസിഡന്റ്. അതിനുശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രണ്ടുപേരും പറഞ്ഞു ഒന്ന് കേട്ടുകൊണ്ട് ഞാൻ വരാം. ശബരിമലയിൽ പ്രതികള് നിയമത്തിൻ്റെ പഴുതിലൂടെ ജാമ്യത്തിലിറങ്ങുകയാണ്. അന്വേഷണം വേണ്ട രൂപത്തിൽ പുരോഗമിക്കുന്നില്ല എന്ന കോൺഗ്രസിന്റെ ആക്ഷേപം നിലനിൽക്കുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷ അതിൻ്റെ മെറിറ്റിൽ കോടതി പല പ്രാവശ്യം തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ജാമ്യം കിട്ടുന്നത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിച്ചിട്ടില്ല എന്ന ഒറ്റ കാരണത്താലാണ് പ്രതികൾ ജാമ്യത്തിലിറങ്ങി പുറത്തു വരുന്നത്. അന്വേഷണത്തിൻ്റെ ഈ മന്ദഗതിയിലുള്ള പോക്ക്, അതിലെ വിശ്വാസ സമൂഹം, ജനങ്ങൾ ഉത്കണ്ഠയുള്ളവരാണ്. ആ ഉത്കണ്ഠയോടൊപ്പം, ആശങ്കയോടൊപ്പം, പ്രതിഷേധത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും ചേരുകയാണ്. ഞാൻ ചാലഞ്ച് ചെയ്യുന്നത് SITന്റെ ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ അന്ന് ആദ്യം മുതൽ പറഞ്ഞത് എനിക്ക് SIT ഇൻവെസ്റ്റിഗേഷനിൽ ഒരു വിശ്വാസമില്ല എന്ന് ഒക്ടോബർ ഞാൻ കണ്ടതല്ലേ. ഇതെല്ലാം നിങ്ങളുടെ കീഴിൽ ഇരിക്കുന്ന പോലീസ് എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്? അല്ല ഇതൊരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കണ്ടേ? അല്ല അത് ഹൈക്കോടതിയിൽ ആരാണ് ആർഗ്യൂ ചെയ്തത്, എന്ത് ആർഗ്യൂ ചെയ്തത് എനിക്കറിയില്ല. അല്ല, ഞാൻ എന്താ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ പിന്നിൽ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇതിന് റെഫർ ചെയ്യുന്നില്ല? ഇതാണ് ചോദ്യം. നിങ്ങൾ അവർക്കൊരു ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, നോ ഇഷ്യൂ. ഓക്കെ, അത് ഞാൻ എതിർക്കുന്നില്ലല്ലോ, അത് ഓക്കെ. ഞാൻ പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രിക്ക് ഇതിനെ കുറച്ചൊരു സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ ഇത് എത്രയോ വിശ്വാസികളെ ദ്രോഹിച്ചൊരു കാര്യമല്ലേ. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ എനിക്ക് 100% ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് CBI അന്വേഷിക്കട്ടെ, ED അന്വേഷിക്കട്ടെ. പറഞ്ഞാൽ എന്താണ് പ്രോബ്ലം? ലാല്,
ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ അന്വേഷണത്തെ സംബന്ധിച്ച്, അതിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച്, അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച്, ആ പോലീസ് ടീമിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച്, അതിനിടയിൽ വന്നിട്ടുള്ള ഇപ്പോൾ ജാമ്യം കിട്ടുന്നു എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഒരു ആശങ്ക, അതൊന്നും കണ്ട് സമ്മർദ്ദപ്പെടേണ്ടതില്ല. നിങ്ങൾ സമയമെടുത്ത് തന്നെ അന്വേഷിക്കണം. അത്ര ഗൗരവമുള്ള കവർച്ചയാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ജാമ്യം നേടുന്നു എന്നുള്ളതല്ല പ്രശ്നം, അത് നടക്കട്ടെ. പക്ഷേ എന്നാൽ പോലും ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. കുറ്റക്കാരും രക്ഷപ്പെടാത്ത വിധം പഴുതടച്ച അന്വേഷണം ഇപ്പോൾ പോകുന്നത് പോലെ പോകട്ടെ. ഇത് പറഞ്ഞത് യഥാർത്ഥത്തിൽ നേതാക്കളുടെ കിളി പോകുന്നതിനിടയാക്കിയോ? ഹൈക്കോടതിയാണിത് പറഞ്ഞത്. KPC പ്രസിഡന്റിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയോടാണോ? രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറയുന്നത്? രണ്ട് കാര്യങ്ങൾ. പ്രതിപക്ഷത്തിന് സഭയ്ക്കകത്ത് ശബരിമല മാത്രം ആയുധമാക്കിയ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനം അതൊരു വലിയ തിരിച്ചടിയായി മാറിയോ? ഹൈക്കോടതി ക്ലാരിറ്റി വരുത്തിയത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയായി മാറിയോ? മറ്റൊന്നും ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല എന്ന് മാത്രമല്ല, ചർച്ച ചെയ്യാനൊട്ട് സമ്മതിച്ചിട്ടുമില്ല. ഇതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ലൈൻ ഈ ബജറ്റ് സമ്മേളനത്തിലാകെ. ലാൽകുമാർ. അല്ല, ഇവിടെ രണ്ട് പരാമർശങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് സണ്ണി ജോസഫിൻ്റെയും മറ്റേത് രാജീവ് ചന്ദ്രശേഖരൻ്റെയും. രാജീവ് ചന്ദ്രശേഖരും അല്ലെങ്കിൽ രണ്ടുപേരും പക്വതയില്ലാതെ പലപ്പോഴും സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അങ്ങനൊരു അഭിപ്രായമുണ്ട്. കാരണം സണ്ണി ജോസഫ് സാധാരണഗതിയിൽ ഒരല്പം കൂടെ കമ്പോസ്ഡായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. ഇന്നും അദ്ദേഹം കമ്പോസ്ഡായിട്ടാണ് അവതരിപ്പിച്ചത്, പക്ഷേ സബ്സ്റ്റൻസ് വളരെ വീക്കായിപ്പോയി. രാജീവ് ചന്ദ്രശേഖരന് കമ്പോസ്ഡായിട്ട് അവതരിപ്പിക്കാനും പറ്റില്ല, സബ്സ്റ്റൻസ് എപ്പോഴും വീക്കുമായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം എങ്ങനെ ഈ കഴിവ് ആർജിച്ചെടുത്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും അത് അത്ഭുതം തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ED കൊണ്ട് അന്വേഷിപ്പിക്കൂ, CBI കൊണ്ട് അന്വേഷിക്കൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ED ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ അത് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ട വാർത്തകൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തു. വളരെ ദൈർഘ്യമേറിയ ചോദ്യം ചെയ്യലായിരുന്നു നടന്നതെന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. പലരെയും ചോദ്യം ചെയ്തേക്കാം. ED ചോദ്യം ചെയ്യുന്നൊന്നും ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അറിഞ്ഞിട്ട് പോലുമില്ല. നിങ്ങൾക്ക് CBI വിടൂ അല്ലെങ്കിൽ ED വിടൂ. അപ്പം ED ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പം തന്നെ അതിൻ്റെ കാറ്റ് പോയി. അപ്പോൾ കിളി പോയതിനെക്കുറിച്ച് പറയേണ്ട, കാറ്റ് പൂർണ്ണമായി പോയി. ഒന്നത്. രണ്ട്, അടുത്ത CBI ആണ്. നോക്കൂ, ഒരു ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് എങ്ങനെയാണ് സാധാരണ CBIക്ക് കേസ് വിടുക? സംസ്ഥാന സർക്കാർ പറയുക അല്ലെങ്കിൽ കോടതി പറയുക. ഇത് കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ ആ കോടതിക്ക് പൂർണ്ണമായ വിശ്വാസം SITയിലുണ്ട്. അങ്ങനെയുള്ളൊരു കേസിൽ എന്തിനാണ് പിന്നെ വേറൊരു ഏജൻസി? അപ്പോൾ ഇവർക്ക് അതിനകത്തോട്ട് വന്ന് പരമാവധി മാനിപ്പുലേഷൻ നടത്താം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനത്തെ എതിർത്ത് കാണിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം? നോക്കൂ, നിങ്ങളുടെ മുന്നിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ കൃത്യമായ ഇൻഫറൻസസ് ഉണ്ട്. ഇൻഫറൻസസ് എന്താ? നന്നായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക ജാമ്യത്തിൽ കാര്യങ്ങളൊന്നുമില്ല, അത് പ്രശ്നമാക്കണ്ട, നിങ്ങൾ നന്നായിട്ട് തുടരൂ എന്നുള്ളതല്ലേ മെറ്റീരിയലി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. ദാറ്റ് ഈസ് എ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് വാട്ട് ഹാസ് ദ ഹൈക്കോർട്ട് സെഡ്. അങ്ങനെ നിൽക്കുന്നൊരു സ്ഥലത്ത് പിന്നെ ഇനി ഇവരോട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനെയും ഒക്കെ ശരത്തേട്ടൻ വിചാരിക്കുന്ന ഏത് ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുമെന്നാ? നിങ്ങൾ വിചാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല. മനസ്സിലാക്കാൻ തയ്യാറായിട്ടല്ല ഇരിക്കുന്നത്. ലാൽ, എൻ്റെ ചോദ്യം അതല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് നല്ല വ്യക്തത വരും വിധത്തിലേക്ക് ഹൈക്കോടതിയുടെ ഈ വിശദീകരണം വന്നിട്ടില്ലേ? അത് യഥാർത്ഥത്തിൽ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ഈ നേതാക്കളും അവരുടെ പാർട്ടികൾക്കും തിരിച്ചടിയായി മാറിയില്ലേ? അതുതന്നെയാണോ സഭയിൽ കണ്ടതും? ഇതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വ്യക്തത വരുത്തുന്നതുമായി ബന്ധപ്പെട്ടതാണല്ലോ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. പലതിൻ്റെയും വ്യക്തതയ്ക്ക് കോൺഗ്രസ്സിന് നമ്മളിൽ നിന്ന് വളരെ വ്യക്തത ആവശ്യമുണ്ട്. എല്ലാം അവ്യക്തമായി നിൽക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇവർക്കറിയാവുന്നൊരു കാര്യം ഉണ്ടല്ലോ, ഇല്ലേ? ഇവർക്കറിയാവുന്നൊരു കാര്യം, സോണിയാഗാന്ധി എങ്ങനെ അയാളെ ഇൻവൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇയാൾ അവിടെ പോയി കണ്ടപ്പം എങ്ങനെ പാസ് കൊടുത്തു, എന്ന് കണ്ടു, എപ്പോൾ കണ്ടു, എന്താവശ്യത്തിന് വേണ്ടി കണ്ടു, സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ആരാണ് പോറ്റിയെ എത്തിച്ചത്, അതിന് ഈ അടൂർ പ്രകാശിന് പങ്കുണ്ടോ, ആൻ്റണിക്ക് പങ്കുണ്ടോ? അടൂർ പ്രകാശ് അല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അടൂർ പ്രകാശിനെ അവിടെ കയറ്റത്തില്ല. ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതാണ്. അടൂർ പ്രകാശിനെ അവിടെ കയറ്റത്തില്ല. അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട് അടൂർ പ്രകാശിനെ കയറ്റത്തില്ലെന്ന്. അപ്പോൾ വേറെ ആരെങ്കിലും ആണോ? ഇതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണ്ടേ? ഇത് ക്ലാരിഫൈ ചെയ്യാത്ത ആൾക്കാരാണോ നമ്മൾക്ക് അത് ഇതൊക്കെ പറയുന്നത്? നോക്കൂ, നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഇൻവെസ്റ്റിഗേഷൻ
ഇത് പ്രോപ്പറായി നടക്കുന്നു എന്ന് കൃത്യമായി പറയുന്നത് കേരളത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൻ്റെ പെർമിഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന കൺകറൻസ്, കൂടുതലൊരു കൺകറൻസ് പ്രതിപക്ഷ നേതാവിന് തരാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം പ്രതിപക്ഷ നേതാവ് രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നു, ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകുന്നേരം പറയുന്നത്. ഇതൊന്നുമല്ല ഈ പറയുന്ന കൂട്ടത്തിൽ സൈഡിൽ കൂടെ സണ്ണി ജോസഫ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് സ്വർണ്ണക്കൊള്ള ആര് നടത്തി, എങ്ങനെ നടത്തി, ഇതിന് റൂട്ട്സ് വേറെ ഉണ്ടോ? ഇപ്പോൾ CPM-ൻ്റെ കുറച്ച് നേതാക്കന്മാരകത്തുണ്ടല്ലോ, അതുകൂടാതെ ഇതിന് മുമ്പുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇതൊന്നും അല്ല അവരുടെ വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുമൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കുക. ഇത് പറഞ്ഞാലേ അല്ലെങ്കിൽ പോറ്റിയെ കയറ്റിയെ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ ഇറക്കി, പിന്നെ തിരിച്ച് ആ പാട്ട് വന്നപ്പോൾ അവരകത്ത് കയറി. ഇന്നലെ വീണ്ടും നാണക്കേട് സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാനായിട്ട് വീണ്ടും നിയമസഭയുടെ മുന്നിൽ ഇരുന്ന് പാട്ട് പാടുന്നു. പാട്ട് പാടിക്കൊണ്ട് വഴി കൂടെ നടക്കാവുന്നേ ഉള്ളൂ. ഇത്രയും അപക്വമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് വേറെ ഇല്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്. ഇത്ര കമ്പോഷർ ഇല്ലാത്ത ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ആൾ കാണില്ല. നോക്കൂ, മറ്റൊരാളെക്കുറിച്ചോ മുഖ്യമന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരെക്കുറിച്ചോ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം കൈയൊക്കെ ചൂണ്ടിയ. അല്ല, ഇദ്ദേഹം ആരാ? എനിക്കത് മനസ്സിലായിട്ടില്ല. കൈയൊക്കെ ചൂണ്ടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മളങ്ങ് പേടിക്കുമോ? നോക്കൂ, അങ്ങനെ പേടിക്കാനൊന്നും ഇരിക്കുകയല്ല ഇവിടെ. അദ്ദേഹം കൈ കൊണ്ടുപോവോ, എന്തോ വേണം ചെയ്യാം. അദ്ദേഹം ഏതാണെങ്കിൽ മലത്തിക്കള എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ കൂടെ പുറത്തു വരുന്നത്. ആ ശരീരഭാഷ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുക്കലും കോൺഗ്രസ്സുകാരുടെ അടുക്കലും നടക്കും, നമ്മുടെ കിടക്കത്തില്ല. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് പ്രതിപക്ഷ നേതാവ്. കാര്യം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നോക്കൂ, എനിക്ക് കൈ ചൂണ്ടി സംസാരിക്കാമോ, മറ്റൊരാൾക്ക് കൈ ചൂണ്ടി സംസാരിക്കാമെന്ന് പറഞ്ഞ പോലെ അല്ല പ്രതിപക്ഷ നേതാവ്. അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഇരിക്കുന്ന പദവി ഒരുപാട് പേര് ഇരുന്ന് വന്നിട്ടുള്ളൊരു പദവിയാണ്. ആ പദവിയിലിരുന്നൊരു മര്യാദ, ആ ശരീരഭാഷയിലെ ഒരു മര്യാദ, കൈ ചൂണ്ടുക. വെർബലി അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നത് നോക്കും. നമ്മളിപ്പോൾ നോക്കൂ, രാഷ്ട്രീയക്കാർ പറയുന്നൊരു കാര്യമാണ്. പലപ്പോഴും സംസാരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും, ദേഷ്യപ്പെട്ട് സംസാരിക്കും. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ നോക്കൂ, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും. പിണറായി വിജയനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ശരീരഭാഷയുണ്ടല്ലോ, ഇപ്പം മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ ഈ കൈയൊക്കെ ചൂണ്ടി എന്തോ ഒന്നുമില്ല. അതിന് അത്രമാത്രം ഒന്നും പോകണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ നിർത്തി. ശരി. ഇവിടെ ശ്രീ സേനാപതി, ഈ സംഘവുമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കുന്നു. ഞാൻ മുമ്പ് നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണെങ്കിൽ പോലും അക്കാര്യത്തിലടക്കം വളരെ വ്യക്തത വരുത്തിയ ആ ആരോപണം നിരർത്ഥകമാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വെച്ചത്. കോടതി അത് എങ്ങനെയൊക്കെ പറഞ്ഞു എന്നതും നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ ആവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാത്ത വിധം, എന്നിട്ടും കോടതി പറഞ്ഞ ശേഷവും ഇന്ന് നിയമസഭയ്ക്കകത്ത് വന്ന് ആ കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, അതിനെ അംഗീകരിക്കാതെ ഇന്നും സഭയ്ക്കകത്ത് ഈ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. നോക്കൂ, ഇന്ന് ഇതാകെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിലപാടിൻ്റെ പ്രതിഫലനം പോലെയാണ് തോന്നുന്നത്. ഒരു പൂർണ്ണമായി UDF-നെ അതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? സഭയ്ക്കകത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി നേതാക്കളുണ്ടല്ലോ, കോൺഗ്രസ്സിലെ തന്നെ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, ഇവരാരും ഈ വിധം വല്ലാതെ പ്രതിരോധത്തിലായി പോയ പ്രതിപക്ഷ നേതാവിനെ സപ്പോർട്ട് ചെയ്യും വിധത്തിലേക്ക് സഭയിൽ സജീവമായതേ ഇല്ലെന്നേ. ഒന്ന്, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയങ്ങളും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളും അത് കൃത്യമായിട്ട് അമ്പ് കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്നുള്ളത് കൊണ്ടാണ് 6-7 മന്ത്രിമാർ ഇത്ര അസ്വസ്ഥരായിട്ട് അവർ ചാടി ഇറങ്ങുന്നത്. അതല്ല എങ്കിൽ അതിന് സിമ്പിളായിട്ട് മറുപടി പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ലാൽകുമാർ പറഞ്ഞത് കൈ ചൂണ്ടി സംസാരിക്കും സാർ. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തിന് CPM-ന്റെ 3 പ്രമുഖ നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കും? സജീഷ് പറഞ്ഞൊരു കാര്യം, പോറ്റിയെ കയറ്റിയതാരാണ്? ഏതായാലും 2004 സ്വർണം പോയതായിട്ട് ആർക്കും പരാതിയില്ല, 2006 പരാതിയില്ല, രാമൻ നായർ ഇരുന്നപ്പോഴും പരാതിയില്ല. അതിനുശേഷമുള്ള മുൻ ഇദ്ദേഹത്തിൻ്റെ കാലത്തും സ്വർണം പോയി എന്നുള്ള പരാതിയില്ല. സ്വർണം പോയിരിക്കുന്നതെന്നാണ് 2019 മുതലാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് സാർ ഞങ്ങൾ ചോദിക്കുന്നത്. പോറ്റി എന്ന് വന്നു, ഇല്ലെ പോറ്റി ആരോടൊപ്പം വന്നു, ഇല്ലെങ്കിൽ പോറ്റി ആരുടെ കൂടെ വന്നു എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, 4 മാസമായി അന്വേഷണമായിട്ടും ഒരു കോൺഗ്രസ് നേതാവിനെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലും ഇതിൻ്റെ അകത്ത് ഇട വന്നിട്ടില്ല. നിങ്ങൾ സോണിയാഗാന്ധിയുടെ പേര് പറയുന്നു, ഇനി വേറെ നേതാക്കളുടെ പേര് പറയുന്നു. എന്തേ ഈ SIT, ഈ അന്വേഷണ സംഘം എന്തേ ഇവരെയൊക്കെ വിളിച്ച് ഈ കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്തത്? കാരണം 2019 ശേഷം സ്വർണം പോയ കാര്യത്തെക്കുറിച്ച്, അത് 2001-ലോ 2002-ലോ അതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച്
അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. അത് നിങ്ങൾക്ക് ചിലരെയൊക്കെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഒരു വേദിയാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ഈ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നിയമസഭയിൽ ഞങ്ങൾ പ്രവർത്തിച്ച്, അതായത് ഞങ്ങളുടെ നേതാക്കൾ ആരും നിയമസഭയിൽ പൊതുമുതൽ തല്ലി തകർത്തതിന് കോടതിയിൽ കേസ് നേടുന്നില്ല. ഞങ്ങളുടെ ഒരു നേതാവും ഉടുമുണ്ട് ഉയർത്തിയിട്ട് അടിവസ്ത്രം കാണിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് കസേരയിലേക്ക് ചാടുകയോ സ്പീക്കറിന്റെ വെല്ലിൽ കയറുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ സ്പീക്കറിന്റെ കമ്പ്യൂട്ടറും തല്ലി തകർത്തിട്ടില്ല, കസേര താഴെയിട്ട് ഇട്ടിട്ടുമില്ല. അപ്പോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, കനകേലുവിനോട് ചോദിച്ചിട്ടാണോ 2015 കെ എം മാണി സാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാർച്ച് മാസം 13-ാം തീയതി ആ സഭയ്ക്കകത്ത് നിങ്ങൾ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിച്ചല്ലോ? അപ്പൊ പറയും ഒരു ഇഷ്യൂവിന്റെ പേരില്ല. ഞങ്ങളും ഇഷ്യൂവിന്റെ പേരിലാന്നേ, ഞങ്ങളും ഇഷ്യൂവിന്റെ പേരില്ല. പക്ഷെ ഞങ്ങൾ തല്ലി തകർക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ ബാനറുമായിട്ട് പ്രതിഷേധിക്കും, ഞങ്ങൾ മുദ്രാവാക്യവുമായിട്ട് പ്രതിഷേധിക്കും. ആ പ്രതിഷേധം കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കുന്ന. എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഞാൻ അങ്ങോട്ടാ വരുന്നത്. അല്ല, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം ഉയർത്തുന്നു എന്ന് ചോദിച്ചാൽ അത് സണ്ണി ജോസഫ് പറഞ്ഞതാണ്. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച്. അതല്ല ഞാൻ ചോദിച്ചത്. അത് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ കാണിക്കുകയും ചെയ്തല്ലോ, അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ചോദ്യം അതല്ല. പ്രതിപക്ഷ നേതാവിനെ താങ്കൾ പറഞ്ഞതിന് വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി മന്ത്രിമാർ അതിശക്തമായി തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങൾ, കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ, ഡോക്യുമെൻറ്റുകൾ, ഓർഡറുകൾ എല്ലാം വായിച്ച് കേൾപ്പിച്ച് മുഖത്ത് നോക്കി മറുപടി പറഞ്ഞിട്ടും അദ്ദേഹം കമ എന്ന് പറഞ്ഞ് അതിനെ തിരുത്താൻ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ്. അങ്ങനെ സംഭവിച്ചു ശ്രീ സേനാപതി. അവിടെ എൻ്റെ ചോദ്യം അതല്ല. അങ്ങനെ സംഭവിച്ചിട്ടും രമേശ് ചെന്നിത്തലയോ കുഞ്ഞാലിക്കുട്ടിയോ PJ ജോസഫോ എഴുന്നേറ്റ് അവരുടെ ശബ്ദം കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാൻ, പിന്തുണയ്ക്കാൻ സഭയിൽ ഉണ്ടായില്ലല്ലോ, ചെയ്തില്ലല്ലോ. ഇതായിരുന്നു ഞാൻ ചോദിച്ചത്. അല്ല, ഇത് തന്നെയാണല്ലോ ഇപ്പൊ പാർലമെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ചോദ്യം ചോദിക്കുന്ന ആളുടെ മൈക്ക് ഓഫ് ആക്കും, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാനാണല്ലോ തയ്യാറാകുന്നത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് രണ്ടു കൂട്ടർ അല്ല, ഞാൻ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖരന്റെ ശബ്ദവും കുഞ്ഞാലിക്കുട്ടിയെ കേട്ടില്ല, രമേശ് ചെന്നിത്തലയെ കേട്ടില്ല, PJ ജോസഫിനെ കേട്ടില്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു VD സതീശന്. അദ്ദേഹം പറയുന്നത് വാദങ്ങൾ നിരർത്ഥകമാണെന്ന് ഇവിടെ മന്ത്രിമാർ ഓരോരുത്തരായി ഹൈക്കോടതി ഡയറക്ഷനൊക്കെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പിന്തുണയ്ക്കാൻ കണ്ടില്ല ഈ നേതാക്കളെ എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലേ? പിന്നെ എല്ലാവരും കൂടെ ചാടി ഇറങ്ങി സംസാരിക്കല്ലോ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. ഇത് തന്നെയാ ലോക്സഭയിലും സംഭവിക്കുന്നത്. അല്ല, ശരിയല്ല. ലോക്സഭയുമായി താരതമ്യം ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ കഴിയുന്ന എല്ലാ ജനാധിപത്യ അവകാശങ്ങളും സഭയിലുള്ളത് നമ്മൾ കാണുന്നതാണ് ദൃശ്യങ്ങളിൽ. ഒന്ന്, അവിടെ മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല എഴുന്നേറ്റാലും PK കുഞ്ഞാലിക്കുട്ടി എണീറ്റാലും അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന തലം നമ്മുടെ നിയമസഭയിലുണ്ട്. PJ ജോസഫ് അടക്കം. ഇനി രണ്ട് കക്ഷി നേതാക്കൾ സംസാരിക്കുന്ന സഭാ കീഴ്വഴക്കവും ചട്ടവും ഉണ്ടെന്നേ. കക്ഷി നേതാക്കൾ സംസാരിക്കുന്ന കീഴ്വഴക്കമുണ്ടെന്നിരിക്കെ ഞാൻ പറഞ്ഞ ഈ മൂന്ന് നേതാക്കൾ എന്തേ സംസാരിക്കാത്തത്? അല്ല ശരത്തെ, ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം കൃത്യമായിട്ട് സംസാരിക്കുന്നു. ബാക്കി ആളുകൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നു. എല്ലാവരും കൂടി സംസാരിച്ച കാര്യം അത് വളരെ കൃത്യമായിട്ട് സംസാരിച്ചിരിക്കുന്നു. യോജിച്ച ഫൈറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഞാനിത് പറയാൻ കാര്യം സഭയ്ക്കകത്ത് നിന്ന് തന്നെ അത് വളരെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ സജീഷിലേക്കാണ് വരുന്നത്. കേട്ടു നോക്കൂ. സഭയ്ക്കകത്ത് ആ ചോദ്യം ഉയർന്നേ. പി രാജീവ് തന്നെ ചോദിച്ചു, മറുപടി പറഞ്ഞില്ല. പി രാജീവ് ചോദിച്ച ചോദ്യം കേൾക്കാം. കൈ ഉയർത്തിയാൽ അപ്പോൾ അവസരം കൊടുക്കൂലേ? ഈ രമേശ് ചെന്നിത്തല ഒന്ന് കൈ ഉയർത്തിയാൽ അവസരം കൊടുക്കുമായിരുന്നല്ലോ, അല്ലെങ്കിൽ PJ ജോസഫ് സാറ് കൈ ഉയർത്തിയാൽ അവസരം കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അവരൊന്നും നിയമസഭയ്ക്കകത്ത് ഈ പ്രശ്നത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറായില്ല? റൈറ്റ്. ഇത് കേരള നിയമസഭയുടെ ഒരു രീതി, കീഴ്വഴക്കം, ഇതെല്ലാം വെച്ചുകൊണ്ട് നിയമമന്ത്രി പറഞ്ഞതുകൂടി ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അതിനാണിപ്പോൾ സേനാപതി മറുപടി പറഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരാം സാർ, വരാം. ഇവിടെ സജീഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രാജീവ് അല്ലല്ലോ പറയേണ്ടത്, രാജീവിനെയാണോ സ്പീക്കറുടെ കാര്യം പറയാനായിട്ട്? നോ, ഞാൻ നിയമമന്ത്രി എന്നാണ് പറഞ്ഞത്. നിയമമന്ത്രി സഭയ്ക്കകത്തെ കീഴ്വഴക്കത്തെ കുറിച്ച് പറഞ്ഞത്. ആയിക്കോട്ടെ, അങ്ങനെ ഒരു കീഴ്വഴക്കം എന്നിട്ടും അത് കണ്ടില്ല എന്നാ പറഞ്ഞത്. അത് കണ്ടില്ല. കുഞ്ഞാലിക്കുട്ടി നിശബ്ദനായി, രമേശ് ചെന്നിത്തല നിശബ്ദനായി, PJ ജോസഫ് നിശബ്ദനായി. ഇതാണ് സജീഷ്. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്യം മാത്രം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് ചോദ്യമായി വെക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസോടെ കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നാണ് സേനാപതി വേണു നിരീക്ഷിച്ചത്, പറഞ്ഞത്. കൊള്ളേണ്ടിടത്ത് കൊണ്ടു, കൈ ചൂണ്ടി സംസാരിച്ച VD സതീശൻ്റെ ആ പ്രകടനം കൊണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ സേനാപതി വേണു പാർലമെൻറ്റിനെയും നിയമസഭയും ഉദാഹരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചത്. അദ്ദേഹം പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ അതിന് നമ്മളാരും ഉത്തരവാദിയല്ല.
പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അതിനനുവദിക്കാതിരിക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ എണീറ്റ് നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തുന്നു. അതേ ചോദ്യമാണ് താങ്കളിപ്പോൾ UDF പ്രതിനിധിയോട്, കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചത്. എന്തുകൊണ്ട് ശ്രീ VD സതീശൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ തിമിർത്താടുമ്പോൾ മറ്റാരും ഒരു കൈ ഉയർത്ത് പോലും ചെയ്യാത്തത് എന്ന്? പാർലമെൻറ്റിൽ ഇടതുപക്ഷവും മറ്റ് പ്രതിപക്ഷ കക്ഷികളുമെല്ലാം കൈ ഉയർത്ത് മാത്രമല്ല സംസാരിക്കുന്നു. അവിടെയാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് കൈ ഉയർത്തുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന ചോദ്യം. അവിടെയാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് ഒന്ന് കൈ ഉയർത്തുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യം. അതുതന്നെയാണ് ശ്രീ PJ ജോസഫ് സാറായാലും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. ഇവിടെ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത്, ഇത് പറയേണ്ടത് നിയമമന്ത്രിയല്ലല്ലോ. നിയമമന്ത്രിയല്ല, സ്പീക്കർ തന്നെ പറഞ്ഞു നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ അനുവദിക്കാമെന്ന് ഭരണപക്ഷം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചർച്ചയാകാം, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം നൽകാം. ഇനി നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ചർച്ച ചെയ്യാനും സമവായത്തോടുകൂടി സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാണ് എന്ന് ഭരണപക്ഷം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് സ്പീക്കർ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീ സേനാപതി വേണു ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് പറയാത്തതാണോ, അതല്ല അറിഞ്ഞുകൊണ്ട് മൗനം പാലിക്കുകയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിനെ വളരെ മറ്റാർക്കും കഴിയാത്ത രീതിയിൽ ശ്രീ സേനാപതി നൈസായിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചോദ്യങ്ങൾ അവശേഷിക്കുന്നില്ല. നിങ്ങൾ നേരിടേണ്ട ചോദ്യങ്ങളുണ്ട്. പോറ്റിയെ കയറ്റിയത് ആരുടെ കാലത്താണ്? പോറ്റി അവിടെ വന്നത്, പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്. പോറ്റിയെ അവിടെ ശബരിമലയിലെ പരികർമ്മിയാക്കിയത് കോൺഗ്രസ്, സ്പോൺസറാക്കിയതും കോൺഗ്രസ്. പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ മറ്റു പ്രതികളോടൊപ്പം കയറ്റിയതും കോൺഗ്രസ്. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യമില്ലേ? ഒരു കള്ളൻ ഇപ്പോൾ മാത്രമേ കട്ടിട്ടുള്ളൂ, അതിൻ്റെ മുമ്പ് അയാൾ വലിയ മഹാനായിരുന്നു എന്നാണോ താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പോൾ ചെറിയ പീഠത്തിൻ്റെയും വാതിൽപ്പടിയുടെയും സ്വർണത്തിൻ്റെ കാര്യമാണ് മുന്നിൽ വരികയും ചർച്ച ചെയ്യുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നെങ്കിൽ വലിയ മണിയുണ്ടായിരുന്നു അവിടെ, വലിയ ഭീമാകാരമായ മണികൾ. ആ മണികൾ എവിടെ പോയി എന്ന് പറയണ്ടേ? ആ മണി എടുത്തു കൊടുത്തത് നിങ്ങളാണ്. അവിടെ വലിയ കൊടിമരമുണ്ടായിരുന്നു, ആ കൊടിമരത്തിൻ്റെ മുകളിൽ വാദ്യവാഹനം ഉണ്ടായിരുന്നു, ആ കൊടിമരത്തിൽ സ്വർണം പതിപ്പിച്ചിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. എവിടെ എന്ന് ചോദിക്കണ്ടേ? അന്നൊക്കെ പോറ്റി മാന്യൻ. പോറ്റി എവിടുന്ന് തൊട്ടാണ് മാന്യൻ അല്ലാതായി മാറിയത് എന്നും പറയണ്ടേ? സതീശൻ, ഞാൻ നേരെ പറഞ്ഞ അതാണ്, ശ്രീ VD സതീശൻ വിരൽ ചൂണ്ടി പറഞ്ഞു ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട്. ബോംബ് പൊട്ടിക്കുന്നത് വരെ ആരായിരുന്നു? മാന്യൻ. ബോംബ് പൊട്ടിയിട്ടും മാന്യൻ. ബോംബ് പൊട്ടിക്കഴിഞ്ഞ് അവസാനം അത് പോറ്റിയുടെ വീട്ടിനകത്തിൽ നിന്ന് പൊട്ടിയപ്പോഴാണ് പോറ്റിയെ ഇവർ വിട്ടത്. അതുവരെ പോറ്റി ഇവർക്ക് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ VD സതീശൻ്റെ കൂടെ അതേ ക്രീസിൽ അപ്പുറത്ത് നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നയാളായിരുന്നു ഇടതുപക്ഷത്തിനെതിരായിട്ട് എന്ന് നമ്മൾ കണ്ടതല്ലേ? ആരെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണോ? എത്ര കാലം നിങ്ങളിങ്ങനെ ഒളിച്ചോടി നിങ്ങൾ എവിടെ എത്തും എന്നറിയണ്ടേ? പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട് ശ്രീ ശരത്ത്, അതായത് ശ്രീ VD സതീശന് കോടതിയിൽ പോയിക്കൂടെ എന്ന്. പ്രിയപ്പെട്ട ശ്രീ ശരത്ത്, ഇപ്പോൾ കേരളത്തിലെ ഹൈക്കോടതി, സുപ്രീം കോടതി എന്നെല്ലാം കേട്ടാൽ ശ്രീ VD സതീശൻ ഉറക്കത്ത് ഞെട്ടി ഉണീക്കുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. കാരണം സ്പ്രിംഗ്ലർ കേസ് വലിയ രീതിയിൽ കൈകാര്യം ചെയ്തതാണല്ലോ. പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടി കൊണ്ടുവന്ന കേസ് എടുത്തുകൊണ്ട് പോകൂ എന്ന് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞിട്ടില്ലേ? ഫോണിൻ്റെ കേസ്, അതുപോലെ തന്നെ പിന്നെ AI ക്യാമറ കേസ്, എന്തെല്ലാം അഴിമതി ആരോപണവുമായി ഈ ശ്രീ VD സതീശൻ ഇങ്ങനെ കേരളത്തിൻ്റെ ഹൈക്കോടതിയിലും കോടതിയുടെ വരാന്തകളിലൂടെയെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം അടികിട്ടി ഓടിച്ചതല്ലേ കേരളത്തിലെ ഹൈക്കോടതി? ഈ ഗവൺമെൻറ്റിനെതിരായ ഒരു അഴിമതി ആരോപണം പോലും നേരെ നിന്ന് ഉന്നയിക്കാൻ അനുവദിച്ചിട്ടില്ല കേരളത്തിലെ ഹൈക്കോടതി, അതുപോലെ തന്നെ മറ്റു കോടതികളുമെല്ലാം. അതുകൊണ്ട് ദയവ് ചെയ്ത് കോടതി എന്നെല്ലാം പറഞ്ഞ് ശ്രീ VD സതീശനെ പേടിപ്പിക്കരുത്. അദ്ദേഹത്തിന് അത് ഭയങ്കര ഭയമാണ്. അതിന് മറുപടി പറയാൻ ശ്രീ സേനാപതി വേണുവിനെ നിങ്ങൾ നിർബന്ധിക്കുകയും വരുത്. അവർക്ക് പ്രശ്നം എന്താണ്? കനകോലുവിൻ്റെ കാര്യമെല്ലാം ഇവിടെ പറഞ്ഞു, ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ട ശ്രീ സേനാപതി വേണു, നിങ്ങളുടെ KPCCയിൽ ഒരു അംഗമായി ചേർന്നിരിക്കുകയാണ് ആര്? കനകോലു. അതായത് മോഡിയെ 2014 അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജി മെനഞ്ഞ കനകോലു, തന്ത്രങ്ങൾ മെനഞ്ഞ കനകോലു, വർഗീയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ച് UPയിലും മറ്റും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ
അമിത്ഷായുടെ വലങ്കൈയായി പ്രവർത്തിച്ച കനകോലു ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ KPCCയിലാണ്, നിങ്ങളുടെ യോഗങ്ങളിലാണ്, നിങ്ങളുടെ ഹൈപ്പവർ കമ്മിറ്റിയിലാണ്. അയാൾ ശ്രമിക്കുന്നത് എന്തിനാണ്? ഉത്തരേന്ത്യ പോലെ ഈ കേരളത്തെ വിഭജിച്ച്, വർഗീയമായി വിഭജിച്ച് അതിൽ നിന്ന് നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ്. അത് ഈ കേരളത്തിൽ വിലപ്പോവില്ല. ആ വിഭജനം, അക്രമം, ഇത്തരത്തിലുള്ള രീതികൾ, നുണകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി കാണേണ്ടത്, നിങ്ങൾ നിയമസഭയിൽ മിണ്ടില്ല. കാരണം എന്താണ്? അവിടെ കാര്യങ്ങൾ വ്യക്തമായി രേഖാമൂലം മറുപടി പറയാൻ ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വഴങ്ങിത്തരുന്ന, നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ. അവർ നിങ്ങളോട് ചോദ്യം ചോദിക്കില്ല, അവരുടെ മുന്നിൽ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പും നിയമസഭയ്ക്ക് മുമ്പിലും മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒളിച്ചോടുന്നത്. കേരളത്തിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുവ്യക്തമായിട്ടാണ് ഇപ്പോൾ പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം ലഭിക്കുന്നതിലുൾപ്പെടെ ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നത് കേരളത്തിലെ ഹൈക്കോടതിയാണ്. ഈ കേസ് പ്രത്യേകതരം കേസാണ്, കൊലപാതകം പോലെയല്ല, മറ്റ് കേസ് പോലെയല്ല. ഇത് കൃത്യമായി സൂക്ഷ്മമായി അന്വേഷിക്കേണ്ട കേസാണ്. ഒരു പഴുതുമില്ലാതെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടിയല്ലേ അതിനെ കാണേണ്ടത്. നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഈ കേരളത്തിലെ ജനങ്ങളാകെ എന്ന് കരുതരുത്. പറ്റിക്കാം ചിലരെ, ചില കാലത്തോളം. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാമെന്ന് ശ്രീ VD സതീശനും കൂട്ടരും കരുതരുത്. നുണ പറയുമെന്ന് സ്വയം പ്രഖ്യാപിച്ചയാളാണ് ശ്രീ VD സതീശൻ എന്നതുകൂടി ഓർക്കേണ്ടതാണ്. ശ്രീ സജീഷ്, നേരത്തെ VD സതീശൻ കോടതിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ വന്നപ്പോൾ കോൺഗ്രസ് പ്രതിനിധി, ഞാൻ പേര് പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, അദ്ദേഹത്തോട് ഇതിങ്ങനെ ഈ ചർച്ചയിൽ ഇങ്ങനെ കാര്യമായി കയറി വന്നപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അത് ശരി, ഇനി കോടതിയിൽ പോയി കോടതിയിൽ തോറ്റു കഴിയുമ്പോൾ അത് നിങ്ങൾക്കൊരു ആയുധമാക്കാനല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു മറുപടിയും അന്ന് കേട്ടു എന്നുള്ളത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ സഭയ്ക്കകത്തെ പ്രതിപക്ഷം, അതിനെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നതാണ്, സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ തൽപരനായ ഒരു പ്രതിപക്ഷ നേതാവ് എന്നത് ഈ ബജറ്റ് സമ്മേളനത്തിൽ നമ്മൾ ഓർക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഇത് ബജറ്റ് സമ്മേളനമാണ്. ബജറ്റിന്മേലുള്ള വിമർശനങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് ആമമൂട്ട സമ്മാനിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിനെതിരായി സംസാരിക്കാൻ, നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു സമയമായിരുന്നു. നോക്കൂ, കിഫ്ബിയെ തുടർച്ചയായി എതിർക്കുന്ന, കഴിഞ്ഞ 10 വർഷമായി എതിർക്കുന്നവരാണ്. ബദൽ പ്രോജക്റ്റ് എന്താണ്, ബദൽ പരിപാടി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും പറയാൻ കോൺഗ്രസിൻ്റെ മുമ്പിൽ ഒരു ഭാവനയുള്ള ഒരു പരിപാടിയും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഈ അവസാന സഭാ സമ്മേളനത്തിലെങ്കിലും ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് കിഫ്ബിക്ക് ബദലായി തങ്ങൾ വന്നാൽ ഇത് ചെയ്യും എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇനിയും അധികാരത്തിലേക്ക് വന്നാൽ 14,500 കോടി ക്ഷേമ പെൻഷന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് ധനകാര്യമന്ത്രി പറയുമ്പോൾ അതിലുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കാം. ബദലുണ്ടെങ്കിൽ അതാകാം. അപ്പോൾ അങ്ങനൊരു ബജറ്റ് സമ്മേളനത്തിൽ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ശബരിമലയിലേക്ക് മാത്രം മാറുകയായിരുന്നു. അങ്ങനെ സഭയെ ചർച്ചയ്ക്ക് പോലും അനുവദിക്കാൻ സമ്മതിക്കാതെ അലങ്കോലപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടത്. എത്ര വിഷയങ്ങളായിരുന്നു ലാൽകുമാർ അവർ പറയേണ്ടത്, നിർബന്ധമായും പങ്കെടുക്കേണ്ടത്? അതെ, അത് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവർ ഓടിപ്പോകുന്ന, ദേ ആർ റണ്ണിങ് അവേ ഫ്രം ദ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് വളരെ ക്ലിയറാണ്, വളരെ എവിഡൻ്റാണ്. എനിക്ക് അതിനകത്തൊരു സംശയമില്ല. ഞാനത് വളരെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. പ്രതിപക്ഷ നേതാവ് ഗൗരവത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം, പക്വതയോടുകൂടി ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം, അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത ഏതെങ്കിലും ഒരു വിഷയം എൻ്റെ അറിവില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കനകോലു സിൻഡ്രോമാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി കനകോലുവിൻ്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ കനകോലു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നതിനനുസരിച്ച് അദ്ദേഹം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു മസ്കുലീൻ ലൈൻ ഓഫ് ലീഡർഷിപ്പ് റിഫ്ലക്ഷനാണ് യഥാർത്ഥത്തിൽ VD സതീശൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തിനാ അത് ചെയ്യുന്നതെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. കേൾക്കുന്നവർ മനസ്സിലായി. പിണറായി വിജയൻ വളരെ സ്റ്റബേണായിട്ടുള്ള ഒരു മസ്കുലീൻ ലീഡറാണെന്നുള്ളൊരു ഇംപ്രഷൻ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം അതിന് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളുടെ വിമർശനം. അതിന് കൗണ്ടർ ഉണ്ടാക്കുകയായി ചെയ്യുന്നേ, മനസ്സിലായില്ലേ? പിണറായി വിജയൻ്റെ അത്രയും തന്നെ ശക്തിയുള്ള വേറൊരാൾ ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നു എന്ന് കാണിക്കാനായിട്ടാണ് ഈ പല മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നാച്ചുറലി ഒരാൾ ഇവോൾവ് ചെയ്തിരുന്ന ലീഡർഷിപ്പും കനകോലു പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവർ ചെയ്യുന്നത് VD സതീശൻ്റെ ഓരോ ജസ്റ്റേഴ്സ് പോലും പണ്ടുള്ള ജസ്റ്റേഴ്സിൽ നിന്ന് മാറ്റി ജസ്റ്റേഴ്സ് വരുന്നതിനകത്ത് പോലും ഈ മാർക്കറ്റിംഗ് ടീമിൻ്റെ ഒരു രീതിയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ നോക്കൂ, നമ്മൾ എങ്ങോട്ടാണ് സമൂഹമായി യാത്ര ചെയ്യേണ്ടത്? കനകോലു പറയുന്നിടത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ കനകോലുവിൻ്റെ അൾട്ടിമേറ്റ് ഇൻട്രസ്റ്റ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അത് BJPയിലേക്ക് കൊണ്ടുവന്ന് ഇത് മൊത്തം കെട്ടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഇൻട്രസ്റ്റ്. അത്
വളരെ വളരെ ക്ലിയർ ആണ്. ഇപ്പം നോക്കൂ, പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യം കൊണ്ട് ബീഹാറിൽ പോയി മത്സരിച്ച് അവസാനം കിട്ടേണ്ട സീറ്റൂടെ, കോൺഗ്രസ് കിട്ടേണ്ട സീറ്റൂടെ കളഞ്ഞ് അവസാനം BJPക്ക് അവിടെ വലിയ നേട്ടം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. നമ്മളിത് കണ്ടുകൊണ്ട്, ഇത് പലരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവർക്കിതൊന്നും മനസ്സിലാകത്തില്ല. ജനങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം, ഈ നേരത്തെ പറഞ്ഞ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു വേണേൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. സാധാരണഗതിയിൽ ഓരോ 5 വർഷം കൂടുമ്പോൾ മാറി മാറി സർക്കാർ വരുന്ന ഒരു ട്രെൻഡ് കേരളത്തിലുണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായി വന്നത് പിണറായിയുടെ 2ാമത്തെ സർക്കാരാണ്. അത് വലിയ വലിയ വികസനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് ഈ എതിർക്കാൻ വേണ്ടി കുറേ പേര് എതിർക്കും, അവരെ എതിർത്തോട്ടെ, ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 100% എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്, കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, അടുത്ത പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇവർ ക്ഷേമ പെൻഷനും ക്ഷേമ പരിപാടിയും നിർത്തും. ഇവർ പൈസ കൊടുക്കത്തില്ല, ചുമ്മാതെ വാഗ്ദാനം മാത്രമേ നടത്തത്തുള്ളൂ. നോക്കൂ, ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയുള്ള ക്ഷേമ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട മെഡിക്കല്, ഹെൽത്ത്, എഡ്യൂക്കേഷന്, ഇതിനകത്ത് ഇത്രയും ഫോക്കസ് കൊടുത്തിരിക്കുന്ന ഒരു സർക്കാർ വേറൊരു സർക്കാരില്ല. എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ പാവങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളെല്ലാം നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കായിരിക്കും കോൺഗ്രസ് പെരുമാറുക. കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണ്. അത് അങ്ങനല്ല എന്ന് അവർ ആവർത്തിക്കും. എന്തിനാണെന്നറിയോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം. എനിക്ക് 100% ഉറപ്പായി ഈ 2000 രൂപ തൊട്ട് അവർക്ക് 10 പൈസ കിട്ടാതെ അവർ ഓടി നടക്കുന്ന, മരുന്ന് മേടിക്കാൻ പല ആൾക്കാർ ഉപയോഗിക്കുന്ന പൈസയാണ്. അത് കിട്ടത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ആര് ജയിക്കും തോക്കും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ കോൺഗ്രസ് ആ ജയിക്കുന്നതെങ്കിൽ 100% എനിക്ക് ഉറപ്പാണ് കിട്ടത്തില്ലെന്ന്. ഞാൻ നിർത്തി. റൈറ്റ്. സേനാപതി വേണു, ഇത് ഈ സർക്കാരിൻ്റെ കാലയളവിലെ അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ്. ബജറ്റ് അവതരണത്തിലൂടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ എന്തുകൊണ്ട് വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റണം, 14,500 കോടി ഒരു സാമ്പിൾ മാത്രം ക്ഷേമ പെൻഷന് വേണ്ടി ഇതാ നീക്കി വെക്കുന്നു, ഓരോ കാര്യങ്ങളിലും അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്തരമൊരു സ്റ്റേജിൽ ആ സഭാ സമ്മേളനത്തെ എന്താണ് തങ്ങളുടെ ബദൽ കാഴ്ചപ്പാട്, എന്താണ് ഇതിലെ അപാകതകൾ എന്ന് ജനങ്ങളോട് അവതരിപ്പിക്കാൻ കഴിയുമായിരുന്ന വളരെ കൃത്യമായൊരു അവസരത്തെ ഒരു തരത്തിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഉപയോഗിച്ചിട്ടേയില്ല ഈ സഭാ സമ്മേളനത്തെ. അതാണ് ഞാൻ മുമ്പ് ചോദിച്ചത്. അത് തന്ത്രപരമായ രാഷ്ട്രീയമായ ഒരു വീഴ്ച തന്നെയല്ലേ? നിങ്ങൾക്കെന്താണ് ബദൽ എന്ന് അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് നിങ്ങൾ നിഷേധിച്ചത്. ഞങ്ങൾ എല്ലാ ബദലുകളും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എവിടെ? എല്ലാ കാര്യങ്ങളും. ലാല് എന്റെ സ്നേഹിതൻ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ അധികാരത്തിൽ വരും ലാലെ, ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇപ്പം നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ 1 രൂപയെങ്കിലും കൂടുതലല്ലാതെ കുറയും എന്ന് അങ്ങ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. 14,500 കോടി മാറ്റി എവിടെയാ മാറ്റി വെച്ചത്? എവിടെയാ മാറ്റി വെച്ചതെന്ന് അറിയണമല്ലോ. 45 ദിവസം കൂടെ കഴിയുമ്പോൾ കോൺഗ്രസിന്റെ വാക്കും പഴയ ചാക്കും 45 ഒരുപോലെയാണെന്ന് സേനാപതി. നമ്മള് ചർച്ച കൺക്ലൂഡ് ചെയ്യാം. 45 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നാട്ടിൽ ഇലക്ഷൻ തിരിക്കുക. പിന്നെ നിങ്ങൾ എന്തിനാ ഈ ബജറ്റ് അവതരിപ്പിച്ചു വെച്ചേക്കുന്നത്? 1600 നിന്ന് 2000 ആക്കിയവർക്ക് 14,500 കോടി കൊടുക്കാമെന്ന ആത്മവിശ്വാസം ജനങ്ങളോട് അവരെടുക്കില്ലേ? കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്ക് പുതിയ തുരങ്കം വരുമെന്നാണ് പ്രഖ്യാപിക്കുക. കുഴൽക്കിണർ അടിക്കാൻ ഇടുക്കിയിൽ അനുമതിയില്ല. അപ്പോഴാ കട്ടപ്പനയിൽ നിന്ന് സേനാപതി വയനാട്ടിൽ സജീഷ് പറയും, തുരങ്കപാത വന്നപ്പോൾ അതിനെ എതിർത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. വയനാട് തുരങ്കപാത എതിർത്തത് പ്രതിപക്ഷ നേതാവാണ്. ആ തുരങ്കപാത അവിടെ യാഥാർത്ഥ്യമായതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ആ നിങ്ങളാണ് ഇതിനെ ഇപ്പോൾ പരിഹസിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ സേനാപതി, ഇടുക്കിക്കാരനായ സേനാപതിയാണ് ആ തുരങ്കപാതയെ പരിഹസിക്കുന്നത്. അത്രേ ഉള്ളൂ. എവിടെ എത്തി? ഗവൺമെന്റ് പിരിഞ്ഞു പോകാൻ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ബജറ്റിൽ ഇന്ന കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഒരു 6 മാസം മുമ്പ് വെച്ചിട്ട് അതൊന്ന് പ്രഖ്യാപിച്ചിട്ട് പോകാൻ കഴിയില്ലായിരുന്നു? ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നു. ഇത് സഭ പറയായിരുന്നില്ലേ? അതാ എന്റെ ചോദ്യം. എന്റെ ചോദ്യം, എന്തേ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സഭയ്ക്കകത്ത് ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ല, ബദലുകൾ അവതരിപ്പിച്ചില്ല? കിഫ്ബി നിങ്ങൾ പിരിച്ചുവിട്ടാൽ, നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ബദൽ എന്ത് എന്ന് എന്തേ സഭയിൽ പറയാതിരുന്നത്? സേനാപതി, എന്റെ ചോദ്യം താങ്കൾ തന്നെ പ്രസക്തമാക്കി. എന്റെ ചോദ്യത്തെ സേനാപതി പ്രസക്തമാക്കി. ഈ കാര്യങ്ങൾ എന്തേ സഭയിൽ പറയാതിരുന്നത്? തങ്ങളുടെ ബദലുകൾ എന്താണ് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാതിരുന്നത് എവിടെയാണ്? അതാണ് സഭ, നിയമസഭ. അത് ചെയ്തില്ല. സജീഷ്, നാളെ മുതൽ ഞങ്ങളുടെ ജാഥ അത് കൂടുതലായിട്ട് നിങ്ങൾ അവിടെയും ഇത് തന്നെ പറയും. കഴിഞ്ഞ കുറെ നാളുകളായി പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറുന്നോ അത് തന്നെയായിരിക്കും നിങ്ങൾ ജാഥയിൽ മുന്നോട്ട് വെക്കുക. ഒരു വികസന കാഴ്ചപ്പാടും ഒരു വികസന സംസ്കാരവും ഒരു ബദലും നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് നാളിതുവരെയുള്ള അനുഭവത്തിൽ കരുതാൻ കഴിയില്ല. എങ്കിലത് സഭയിൽ കാണാമായിരുന്നു. SK സജീഷ്, ഒരു കാര്യം ശ്രീ സേനാപതി വേണു ഒരു കാര്യം അറിയാതെയൊക്കെ ശ്രീ VD സതീശൻ്റെ ഭാഷയിൽ തന്നെ സംസാരിച്ചു പോകുന്നുണ്ട്.
അവിടെ ഇടുക്കിയിൽ കുഴൽക്കിണർ പോലും കുത്താൻ അനുമതിയില്ല എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. വയനാട് തുരങ്കപാത അനുവദിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ കേരളത്തിൽ നടക്കാതിരിക്കില്ല. അത് കേരളത്തിൻ്റെ വികസനമാണ്. ആ വികസനത്തിൻ്റെ ഭാഗമായി തുരങ്കപാത വരും. ദേശീയപാത 30 മീറ്റർ പോലും സാധ്യമല്ലാതെ NHAI നിങ്ങളുടെ കാലത്ത് ഓഫീസും പൂട്ടിപ്പോയതാണ്. അതിപ്പോൾ വിരിഞ്ഞ് 8 വരി പാതയായി 45 മീറ്റർ കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഗെയിൽ യാഥാർത്ഥ്യമായി, അതുപോലെ തന്നെ ജലമെട്രോ, ഇങ്ങനെ പലതുമായി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ എങ്ങോട്ട് എത്തിക്കും കേരളത്തെ എന്നാണ് പറഞ്ഞത്? പഴയ പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമുള്ള ഇരുട്ട് കാലത്തേക്കോ, സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന പാഠപുസ്തകമില്ലാത്ത പഴയ കാലത്തേക്കോ, അതല്ല ക്ഷേമ പെൻഷനുകൾ 18 മാസം കാലം കുടിശ്ശികയാക്കിയ കാലത്തേക്കോ? നിങ്ങൾ ക്ഷേമ പെൻഷനും നീക്കിവെച്ചത് 5 വർഷക്കാലം കൊടുത്തത് 10,000 കോടിയാണെങ്കിൽ ഈ സർക്കാർ 10 വർഷക്കാലം കൊണ്ട് കൊടുത്തത് 90,000 കോടിയാണ്. അതാണ് വ്യത്യാസം. കിഫ്ബി നിങ്ങൾ പൂട്ടിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ കിഫ്ബി ഉള്ളത് കൊണ്ട് ഇതാ ശബരി പാത പകുതി സർക്കാർ പണം ചെലവഴിച്ച് കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. ഇതെല്ലാമാണ് വ്യത്യാസമെന്ന് പറയുന്നത്. നിങ്ങൾ ഈ കേരളത്തെ തകർത്തൊരു കാലം കേരളം മറന്നുപോയി എന്ന് കരുതരുത്. അത് ഓർമ്മപ്പെടുന്നുണ്ട്. പിന്നെ ഒറ്റ പ്രശ്നം എന്താണ്? പ്രതിപക്ഷം ഒരു മറുപടി പറയേണ്ട പക്ഷമായി മാറിയിരിക്കുന്നു. സാധാരണ പറയാറുണ്ട് ഭരണവിരുദ്ധ വികാരമെന്ന്. കനകോലു പോലും പറയുന്നു ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. പകരമുള്ള വികാരം എന്താണ്? വികസനത്തിനെതിരായി നിൽക്കുന്ന പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള പ്രതിപക്ഷ വിരുദ്ധ വികാരം കേരളത്തിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണേണ്ടതുണ്ട്. മറുപടി പറയേണ്ടി വരും. വയനാടിന്റെ കാര്യത്തിൽ നിങ്ങൾ അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടിന്റെ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു. ബാംഗ്ലൂരിൽ നിങ്ങൾ ഈ മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ ബുൾഡോസർ വെച്ച് ആട്ടി ഓടിച്ചതിന് മറുപടി പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റ് ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒരു ദിശാബോധമാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കും, പുതിയ വികസനത്തിലേക്ക് കേരളത്തിൽ പോകും, പുതിയ ആനുകൂല്യങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ഒരു ദിശാബോധമാണ്. ആ ദിശാബോധം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ നിങ്ങളെ എങ്ങനെ കാണും എന്നുള്ളത് നമുക്ക് കാണാം. ഈ അഹങ്കാരമുണ്ടല്ലോ, ആ അഹങ്കാരം നിങ്ങൾ മാറ്റിവെക്കൂ. ആ അഹങ്കാരത്തിൽ നിന്ന് നിങ്ങൾ നേടാൻ വേണ്ടി പോകുന്നത് കനകോലു സിദ്ധാന്തത്തിലൂടെയുള്ള വിജയമൊന്നുമല്ല. പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വികാരം കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു നിങ്ങൾ കാണേണ്ടതുണ്ട്. അല്ല, അവിടെയാണ് എന്റെ ചോദ്യം. നടപ്പിലാക്കാത്തത് താങ്കൾ പറഞ്ഞോളൂ. ഏതാണ് നടപ്പിലാക്കാത്തത്? നിങ്ങളുടെ കാലത്ത് പൊളിഞ്ഞ സ്കൂളുകൾ മെച്ചപ്പെട്ടിട്ടില്ലേ? നിങ്ങളുടെ കാലത്ത് ഇല്ലാത്ത റോഡുകൾ വന്നിട്ടില്ലേ? നിങ്ങളുടെ കാലത്ത് ഇല്ലാത്ത രീതിയിൽ ആശുപത്രി മെച്ചപ്പെട്ടിട്ടില്ലേ? നിങ്ങളുടെ കാലത്ത് ഇല്ലാത്ത രീതിയിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കി വെളിച്ചമുള്ള കേരളത്തെയാക്കി മാറ്റിയിട്ടില്ലേ? തകർന്ന ഒരു കേരളം. എന്തായിരുന്നു ശ്രീ VD സതീശൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞത്? തീവെട്ടിക്കൊള്ളയാണെന്നാണ് പറഞ്ഞത്. അതായത് അഴിമതിയുടെ തീവെട്ടിക്കൊള്ള എന്ന് പറഞ്ഞത് കടുംപട്ട അഴിമതിയാണ് നടക്കുന്നതെന്നാണ്. ആ അഴിമതിക്കാലമില്ല. ഇത് വികസനത്തിന്റെ പൂക്കാലമാണ്. 10 വർഷക്കാലം കേരളത്തിൽ മുന്നോട്ട് പോയത്. അത് ഇനിയും തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട. SIR പിണറായിയും മോദിയും കൂടി നടപ്പിലാക്കുന്നതാണെന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ചെവിയിൽ പോയി പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചൊക്കെ മാറി. സഭയ്ക്ക് ഇവിടെ കേരളത്തിലെ സഭയിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സഭയിലും BJPക്കെതിരായി ആഞ്ഞടിക്കാൻ നമ്മളുണ്ട്. ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സേനാപതി, നമുക്ക് അടുത്ത ചർച്ചയിലാകാം. ഈ ചെവിയിൽ പോയി പറഞ്ഞത് കേട്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ. ഏത് കുഞ്ഞികൃഷ്ണൻ നിങ്ങളെ അതായത് ഈ ചെവിയിൽ പോയി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കണ്ടത്, മനസ്സിലോർത്തത്. ഈ നിയമസഭയിൽ ഈ സഭ അലങ്കോലമാക്കാൻ PK ബഷീർ എന്ന മുസ്ലിം ലീഗ് MLA സ്പീക്കറുടെ ചെവിക്ക് അടുത്ത് പോയി നിന്ന് കൂവുന്നത് നമ്മൾ കണ്ടു. അൻവർ സാദത്തും അതുപോലെ കുഴൽനാടനൂടെ ഡയസ് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടത് സാന്ദർഭികമായി. ഏതായാലും അന്നൊക്കെ അതിലൊരു വലിയ ധാർമ്മിക പ്രശ്നം കണ്ട കുട്ടിക്കളിയാണ്. കനകോലു ഇവരെ കൊണ്ട് ഇപ്പോ കേരളത്തിൽ കുട്ടിക്കൊരങ്ങ ചാട് എന്ന് പറഞ്ഞ് ചാടിക്കുന്നത് പോലെ ചാടിക്കുകയാണ്. അമിത്ഷായുടെയും മോഡിയുടെയും കനകോലു ശ്രീ VD സതീശനെയും കൂട്ടരെ ചാട് രാമ ചാട് എന്ന് പറഞ്ഞ് കുട്ടിക്കൊരങ്ങനെ ചാടിക്കുന്ന പോലെ സഭയ്ക്കകത്തും പുറത്തും ചാടിക്കുകയാണ്. ഏതായാലും സഭയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ തുടക്കം മുതൽ ഉന്നയിച്ചു, ചൂണ്ടിക്കാട്ടി. ഇവയിൽ ഒന്നിലും വിഷയമാക്കാനോ ചർച്ചയാക്കാനോ വിമർശിക്കാനോ നിർദ്ദേശിക്കാനോ പ്രതിപക്ഷം തയ്യാറായില്ല.
ബജറ്റ് അവതരണത്തിന് ശേഷം ബജറ്റിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ധവളപത്രം ഇറക്കണം എന്നാണ്. അന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബജറ്റ് തന്നെ പൂർണ്ണമായി നിൽക്കുകയല്ലേ, LDFിൻ്റെ കാഴ്ചപ്പാട് വെക്കുകയല്ലേ, മതമാണ് പ്രശ്നം എന്ന് പറയുന്ന വർഗീയതയോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ ആ ബജറ്റ് തന്നെ നമ്മൾക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ എന്ത് ചോദ്യവും എന്ത് തർക്കവും എന്ത് വിമർശനവും ഉന്നയിച്ചുകൊള്ളൂ. മറുപടി പറയാൻ ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവും മുഖ്യമന്ത്രിയും ഞങ്ങൾ സഭയിലുണ്ട്. പക്ഷേ ആ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ ആകത്തുക എന്നത് കേരളം ഗൗരവത്തോടെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചതിന്.